അതൊരു ഭയങ്കര ശക്തിയുള്ള പ്രാർത്ഥനയാണ്. എട്ടുകാലി വല വെക്കുന്നത് പോലെ അത് നമ്മൾ ചേർത്ത് വെച്ചാൽ ഒന്നും ഇടിച്ചു കയറി വന്ന് നമ്മളെ തകർക്കുകയില്ല. ആത്മീയ തലത്തിൽ നമുക്ക് കോട്ട കെട്ടി വയ്ക്കാൻ പറ്റും. ഒരു ദോഷവും വരാതിരിക്കാൻ, ഒരനിഷ്ട സംഭവങ്ങളും വരാതിരിക്കാൻ വേലി കെട്ടി പ്രാർത്ഥിക്കുന്നവർ മതിൽ പണിയുന്നവർക്ക് തുല്യമാണ്. ഒരു ദോഷവും വരാതെ ദൈവം കാക്കാൻ തുടങ്ങും. ഒരിക്കൽ കൂടി ഈ മാസത്തിൻ്റെ 3-ാം വെള്ളിയാഴ്ചയായ ഇന്ന് നിങ്ങൾ കണ്ണുകളും അടച്ച് കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് വിശ്വാസത്തോടെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന വിധത്തിൽ അത് യാഥാർത്ഥ്യമാവും. ഇവിടെ കിടക്കുന്ന കസേര നിങ്ങൾക്ക് തൊടാൻ പറ്റും. ഇവിടെ വച്ചിരിക്കുന്ന ക്യാമറ കാണാനും തൊടാനും പറ്റും. തൊടാൻ പറ്റുന്ന വിധത്തിലുള്ള വസ്തുക്കളാണിതെല്ലാം. ഇതുപോലെ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ തൊടാൻ കഴിയുന്ന വിധത്തിൽ അനുഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാവും. കാണാനും മനസ്സിലാക്കാനും അറിയാനും പറ്റുന്ന വിധത്തിൽ ദൈവാനുഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായി തീരും. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഇത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ആരംഭിക്കുന്ന സമയവുമാണ്. ഇത് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്ന സ്ഥലമാണ്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം, അത്ഭുതങ്ങൾ ആരംഭിക്കുന്ന സമയവുമാണ്. ഒരു മനുഷ്യൻ വേറൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുവാണ്, ആ വ്യക്തി സമനില തെറ്റിപ്പോയിന്ന്. സമനില തെറ്റിപ്പോയി, എന്നാ പറ്റിയതാ? പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും വിഷയമാണോ? അപ്പോൾ അദ്ദേഹം പറയുവാണ്, അല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വലിയ പ്രശ്നം വന്നപ്പം അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റിപ്പോയി, സമനില തെറ്റിപ്പോയി. നമ്മളും ചിലപ്പോൾ ആ വാക്ക് പറയാറുണ്ട്, എനിക്ക് സമനില തെറ്റിപ്പോകുന്നത് പോലെ തോന്നുന്നു, എന്തു ചെയ്യണം എന്നെനിക്കറിയില്ല, ആരെ സമീപിക്കണമെന്നെനിക്കറിയില്ല. നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഓർത്തേ. തകർന്ന നിമിഷങ്ങളുണ്ടാകും, തളർന്ന സമയങ്ങളുമുണ്ടാകാം. ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞവർ പോലും ചിലപ്പോൾ കൈയൊഴിഞ്ഞു എന്ന് വരാം. അപ്പോഴാണ് പലരും വാടിപ്പോകുന്നത്. എപ്പോഴാണ് ഒരാളുടെ സമനില തെറ്റുന്നത്? പ്രതീക്ഷയ്ക്ക് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുമ്പോൾ. അപ്പോഴും പിടിച്ചു നിൽക്കണ്ടേ? ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ ഞാൻ എന്തു ചെയ്യണം? സർവശക്തനായ ദൈവത്തോട് കണക്റ്റായിരിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചിറക് കരിഞ്ഞു പോകും, വീണു പോകും, പരിക്ക് പറ്റാം, മണ്ണ് പറ്റാം, ചെളി പറ്റാം. എല്ലാ വിഷമങ്ങളും വേദനകളും സർവശക്തൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്ന് ശ്രദ്ധയോടെ കേട്ടേ. ഈശോയുടെ നല്ല സ്നേഹവും അനുഗ്രഹവും അനുഭവിക്കാൻ ഈ ദിവസം നമുക്ക് സാധിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. നമുക്കിരിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് ധാരാളം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ആ ചേച്ചീനെ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിക്ക്. പറ്റും പോലെയൊക്കെയുള്ള സ്ഥലത്തും സാഹചര്യത്തിലൊക്കെ ഇരിക്കുക.
ഒരുപാട് പേർ നിന്നുകൊണ്ട് ഈ ദൈവവചനം പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ ഇവിടെ ഉണ്ട്. നിലത്തിരുന്നു കൊണ്ടൊക്കെ കേൾക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മൾ അനുഭവിക്കുന്ന സമയമാണിത്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. ഒത്തിരി ആഗ്രഹത്തോടെയാണ് നിങ്ങൾ പലരും വന്നത്. ദൈവത്തിൻ്റെ കരുണ ഇന്ന് നല്ലതുപോലെ അളവിൽ അനുഭവിക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ സാഹചര്യം ഭയങ്കര മോശമായിരിക്കും നോക്കുമ്പം, പക്ഷെ എന്നാലും അത്ഭുതകരമായ വിധത്തിൽ ദൈവം കരുതും. ഹല്ലേലൂയ. ദൈവം കരുതുവോ? ദൈവം കരുതും. ഒരു വാക്യം വായിച്ച് നമുക്ക് തുടങ്ങാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. എന്നാൽ, ശ്രദ്ധിച്ചു കേൾക്കുമോ? എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. കാക്കയുണ്ട്, കുയിലുണ്ട്, ഇനി പലതരം പക്ഷികളുണ്ട്. അതിനെ ഒന്നും ഉപമിക്കാതെ ഈ കഴുകനെ എന്തിനാ അവിടെ കൊണ്ടുവന്നത്? ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കാക്കയെപ്പോലെ പറക്കുമെന്ന് പറഞ്ഞാൽ പോരെ? ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുരുവിയെപ്പോലെ പറക്കുമെന്ന് പറഞ്ഞാൽ പോരെ? ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുയിലിനെ പോലെ പറക്കും, കുരുവിയെപ്പോലെ പറക്കും, കാക്കയെപ്പോലെ പറക്കും എന്നൊക്കെ പറയാതെ കഴുകനെ എന്തിനാ അവിടെ കൊണ്ടുവന്നത്? ഒരു വലിയ പ്രത്യേകതയുണ്ട് കഴുകന്. കുരുവിക്കുള്ളതിനേക്കാൾ, കുയിലിനുള്ളതിനേക്കാൾ, കാക്കയ്ക്കുള്ളതിനേക്കാളൊക്കെ പ്രത്യേകതയുണ്ട്. എന്തിന്? കഴുകന്. എന്നറിയാമോ? കഴുകൻ്റെ ചിറക് എത്ര വെള്ളം പറ്റിയാലും അത് ഒരു സെക്കൻഡുകൾ കൊണ്ട് ഒന്ന് കുടഞ്ഞാൽ അതിൻ്റെ ചിറകിലുള്ള മുഴുവൻ വെള്ളവും പോയി അത് ഈസിയായിട്ട് പറന്നു പോകും. എന്നാൽ ഒരു കാക്കയോ കുയിലോ കുരുവിയോ ഒക്കെയാണ് അതിൻ്റെ ചിറകിൽ വെള്ളം പറ്റിയാൽ കുറച്ചു നേരം ഒന്ന് കഴിയണം. ആ ചിറകൊന്ന് ഉണങ്ങിക്കിട്ടിയാലേ പറന്നു പോകാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും കാരണത്താൽ വെള്ളത്തിലൊക്കെ വീണ പക്ഷികളൊക്കെ പറക്കാൻ പറ്റാതെ ഇച്ചിരി പറന്നിട്ട് അവിടെ ഇരിക്കും, ഇച്ചിരിയുടെ പറന്ന് അവിടെ ഇരിക്കും. അങ്ങനെ ഇരിക്കും. കുറച്ച് കഴിയണം. ആ നനവ് ഉണങ്ങിക്കഴിഞ്ഞാൽ വേഗത്തിൽ പക്ഷെ കഴുകിനൊരു പ്രത്യേകത, അങ്ങനെ ഒരാവശ്യമില്ല. അതിൻ്റെ ദേഹത്തു പറ്റിയ വെള്ളത്തെ വേഗത്തിൽ കുടഞ്ഞു കളയാൻ കഴിവുണ്ട്. വേഗം പറന്നു പോകാൻ അതിൻ്റെ ചിറകിന് നല്ല ബലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരാൾ തമിഴിൽ പറയുകയാണ്, പിന്നാടി പാക്കക്കൂടാതെ മുന്നാടി പാത്ത് പോങ്കേന്ന് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പിറകോട്ട് നോക്കി ഓടല്, മുന്നോട്ട് നോക്കിപ്പോവും. പിന്നാടി പാക്കക്കൂടാതെ, നോക്കാൻ പാടില്ല, പിന്നോട്ട് നോക്കണ്ട. മുന്നാടി പാക്ക പോങ്കേ, മുന്നോട്ട് നോക്കി പോവുക. നമ്മളൊക്കെ ജീവിതത്തിൽ പലതും നമ്മുടെ ജീവിതത്തിൽ പറ്റിയിരിപ്പുണ്ട്. കഴുകൻ്റെ ദേഹത്ത് പറ്റിയ വെള്ളം പോലെ ആയിരിക്കട്ടെ നമ്മളോട് പലരും പറഞ്ഞ വാക്കുകൾ, പലരും നമ്മളെ വിമർശിച്ചത്, നമ്മളെ കളിയാക്കിയത്, കുറ്റപ്പെടുത്തിയത്, പെരുമാറിയത്, ചതിച്ചത്, തോൽപ്പിച്ചത്, നമ്മളെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞു പരത്തിയത്, നമ്മുടെ നല്ല ഭാവിയെ ഇടിച്ച് തകർത്തതൊക്കെ നമ്മുടെ ദേഹത്ത് കിടക്കുക. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് കഴുകനെ പോലെ ഇങ്ങനെ പറക്കാൻ പറ്റുന്നില്ല. കഴുകനെ പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയതിനെ സകലതിനെയും വളരെ വേഗത്തിൽ കുടഞ്ഞു കളഞ്ഞ് ഉയർന്നു പറക്കണം. ആമേൻ. അതിനു വേണ്ടിയാണ്
ദൈവം ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലർ ഒത്തിരി ആഗ്രഹത്തോടെ വന്നവരായിരിക്കും, ചിലർ നിർബന്ധിച്ചു കൊണ്ടുവരും. ഞാനൊരു വാക്ക് പറയാം. നിയോഗമുള്ള സ്ഥലത്ത് പോകുന്നതും നിയോഗമുള്ള സ്ഥലത്ത് കുറച്ചു നേരം വസിക്കുന്നതും ഒരു വഴിത്തിരിവിന് കാരണമാകും. ഹല്ലേലൂയ. നിയോഗമുള്ള സ്ഥലത്ത് പോകുന്നതും നിയോഗമുള്ള ഒരു വ്യക്തിയെ കാണുന്നതും നിയോഗമുള്ള സ്ഥലത്ത് ഒന്ന് വസിക്കുന്നതും അത് വലിയ അനുഗ്രഹത്തിൻ്റെ അത്ഭുതം തുടങ്ങുന്നത് അവിടെയാണ്. ആമേൻ, ഹല്ലേലൂയ. അത്ഭുതം ആരംഭിക്കുന്നത് അവിടെയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒത്തിരി അനുഗ്രഹിക്കുന്ന സമയമാണിത്. ഇത് ചിലപ്പോൾ ഇതിനകത്ത് 2 പേർക്ക് വേണ്ടിയായിരിക്കും ഈ വചനം പറയുന്നത്. നിങ്ങളിവിടെ ഒത്തിരി കസേര കിടപ്പുണ്ട്, ചാടിക്കേറി ഇരുന്നല്ലോ. എല്ലാവരും ചാടിക്കേറി ഇരുന്നില്ലേ? അതിൻ്റെ കാലൊടിയേലെന്ന് എന്നാ ഇത്ര ഉറപ്പ്? നിങ്ങളാരെങ്കിലും കസേര എടുത്ത് 4 കാലിലും പിടിച്ച് ഇളക്കി നോക്കിയിട്ടാണോ വരുന്നത്? ഇത് ഒടിയുമോ? എന്താ ഇത്ര ധൈര്യം അത് ഒടിയേലെന്ന്? മനസ്സിനകത്ത് നല്ല ഉറപ്പായി കസേര ഒടിയേലെന്ന്. അതാ ചാടിക്കേറി ഇരുന്നത്. ആരേലും പറഞ്ഞു നിരിക്കട്ടെ, ആ മുമ്പിലിരിക്കുന്ന കസേര എല്ലാം കാല് പോയതാ. ഇരിക്കും ആരേലും? ആ കസേരയിൽ ഇരിക്കാൻ നമ്മൾ കാണിച്ച ആ ഒരു ഉറപ്പില്ലേ, അത് ദൈവത്തിന് കൊടുക്കുക. ആമേൻ, ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ്, അത്ര ഉറപ്പ് മതി ഇന്നൊരത്ഭുതം നടക്കാം. ആമേൻ, വിശ്വസിക്കുന്നു. കസേര ചാടി ഇരുന്നില്ലേ? വേറൊരാൾ ഇരിക്കുന്നതിന് മുമ്പ് ആ കസേര ഇരുന്നു. എൻ്റെ കാലൊടിഞ്ഞ് ഒട്ടിച്ച് വെച്ചാണ് ഇരിക്കുമോ? നമ്മുടെ മനസ്സിൽ നല്ല ഉറപ്പാണ്, ഇതിൻ്റെ കാലത്ത് ഒടിയേല, നല്ല ഉറപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിത് കഴിഞ്ഞ് കോഴിക്കോടേക്കോ തൃശ്ശൂർക്കോ എറണാകുളത്തിനോ ബത്തേരിക്കോ കൽപ്പറ്റയ്ക്കോ ഒക്കെ പോവുമല്ലേ? നിങ്ങൾ താഴെ ചിലപ്പോൾ ബസ് കാത്തു നിൽക്കും. ബസ് കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾ ഡ്രൈവറോടാണോ സംസാരിക്കാൻ പോകുന്നത്, അതോ ബസ്സിൻ്റെ ഡോർ വഴി അകത്തോട്ട് കയറി നിൽക്കാനോ ഇരിക്കാനോ അല്ലേ പോകുന്നത്? ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ബസ് വരുമ്പോൾ ഓടി ചെന്ന് ഡ്രൈവറോട് ചോദിക്കുവാന്നിരിക്കട്ടെ, ഇത് കോഴിക്കോട് വരെ എത്തുമോ സാറേ? ഇതിന് ബ്രേക്കൊക്കെ ഉണ്ടോ? ടയറൊക്കെ ആണോ? ഓയിൽ ചേഞ്ച് ചെയ്തോ? എൻ്റെ അലൈൻമെൻറ്റൊക്കെ കറക്റ്റാണോ? ഇത് എത്തുമോ? നമ്മളാരും ഡ്രൈവറോട് ചോദിക്കില്ല. പഴകിയ വണ്ടിയാണെന്ന് തോന്നിയാലും ചാടിക്കേറി അകത്ത് കയറി നോക്കുന്നത് എന്നതാ, സീറ്റുണ്ടോ നോക്കുക, ഇതിന് ബ്രേക്ക് ഉണ്ടോ നോക്കുകയല്ല. നമുക്ക് നല്ല ഉറപ്പായി ഈ വണ്ടി കോഴിക്കോട് എത്തും, ഇതിൻ്റെ ഒരു ബ്രേക്കും പോവുകയില്ല. ആ ബസ്സേ കയറുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട്, ഇത് മറിയേല, ഇതിൻ്റെ ബ്രേക്കൊന്നും പോവില്ല, ഇത് 8 മണിയാകുമ്പോഴത്തേക്കും കോഴിക്കോട് സ്റ്റാൻഡിലെത്തും. ആ ഒരു ഉറപ്പിലാണ് ബസ്സിൽ ചാടി കയറുന്നത്. അല്ല, നിങ്ങളോടൊരാൾ പറഞ്ഞു നിരിക്കട്ടെ, അതിൻ്റെ ബ്രേക്കൊന്നും കറക്റ്റല്ല എന്ന് പറഞ്ഞു നിരിക്കട്ടെ, നിങ്ങൾ എല്ലാ സീറ്റും ഫ്രീ ആണെങ്കിലും കയറി പോകത്തില്ല. നിങ്ങൾ ഉറപ്പുള്ളതിലേക്കേ കയറത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഉറപ്പും ഒരു ബസ്സേ കയറുന്ന, ഒരു കാറേ കയറുന്ന ആ ഒരു ഉറപ്പുണ്ട്. ഈ വണ്ടി എന്നെ 8 മണിയാകുമ്പം കോഴിക്കോട് എത്തിക്കും, 10 മണിയാകുമ്പം തൃശ്ശൂർ എത്തിക്കും എന്നുള്ള ആ ഉറപ്പില്ലേ, ആ ഉറപ്പിലാണ് കയറുന്നത്. ഇതിനകത്ത് നിങ്ങൾ അങ്ങനെയാണ് കയറിയത്, ഇതിനകത്ത് നിങ്ങൾ അങ്ങനെയാണ് കയറിയത്. ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലേ, എഴുന്നേറ്റ് പോകും. സമയം ഉച്ചയോടടുത്ത സമയമാണ്, 100 കൂട്ടം പണിയുണ്ട് നമുക്ക്. ഇവിടെ വന്ന് കുത്തിയിരിക്കാൻ സമയമൊന്നുമില്ല. ഒന്നാമത് ഇവിടെ ആവശ്യത്തിന് കാറ്റും വെളിച്ചമൊക്കെ കുറവാണ്, ആവിയും പരവേശമൊക്കെ ഉണ്ട്. എന്നാലിവിടെ വന്ന് ഇരിക്കുന്നത് തന്നെ ഇതെന്നെ ചില അനുഗ്രഹത്തിലെത്തിക്കുമെന്ന് എന്തോ എൻ്റെ മനസ്സിനകത്ത് നല്ല ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പിലാണ് ഈ നിയോഗമുള്ള സ്ഥലത്ത് നിങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുരുവിയെപ്പോലെ ഇത്രയും പൊക്കത്തിലല്ല, കാക്കയെപ്പോലെ കുയിലിനെ പോലെ കുറച്ചുകൂടെ പൊക്കത്തിലല്ല, കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. ആ ഉയർച്ച മാത്രമല്ല, കഴുകൻ്റെ പ്രത്യേകതയാണ്, അത് രണ്ട് പ്രാവശ്യം ചിറകങ്ങ് അടിച്ചു കഴിഞ്ഞാൽ അതേ പറ്റിയ മുഴുവൻ വെള്ളവും പോവും, അതിൻ്റെ ചിറക് ഫ്രീ ആയി കയറിപ്പോവും. നനഞ്ഞ് പറക്കാൻ പറ്റാത്ത പക്ഷിയെപ്പോലെ മൂലക്കിരിക്കില്ല കഴുകൻ. നിങ്ങളുടെ വായിച്ചേ, ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, യുവാക്കൾ, കുഞ്ഞുങ്ങൾ കേട്ടെ, നിങ്ങൾ കഴുകനെ പോലെ ഉയരണം. ആമേൻ, ഹല്ലേലൂയ. കഴുകനെ പോലെ
എവിടെയും പതുങ്ങിക്കൂടി ഇരിക്കല്ല്, എവിടെയും മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി നാണം കുടുങ്ങിയായിട്ട് ഇരിക്കല്ല്. കഴുകനെ പോലെ ചിറകടിച്ച് ഉയർന്നോണം, ഉയരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരെന്നെ നോക്കി ചിരിച്ചില്ല, ആ പുള്ളി എന്നോട് മിണ്ടിയില്ല, എനിക്ക് കളറില്ല, എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലെന്നും പറഞ്ഞ് നനഞ്ഞ പക്ഷിയെപ്പോലെ മൂലക്കിരിക്കരുത്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും, നിൻ്റെ പല്ല് പൊങ്ങിയതാ, നിൻ്റെ കളറൊക്കെ വളരെ മോശമാ, നിൻ്റെ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്കൊരു കഴകത്തില്ല, നീ ഒരു ഭാഗ്യമില്ലാത്തവനാ എന്നൊക്കെ നമ്മളോട് പറഞ്ഞാലും കഴുകൻ്റെ ശരീരത്ത് പറ്റിയ വെള്ളത്തെ കുടഞ്ഞു കളയുന്നല്ല, അതൊക്കെ കുടഞ്ഞു കളഞ്ഞേച്ച് തമിഴ്നാട്ടുകാർ പറയുന്ന പോലെ പിന്നാടി പാക്കക്കൂടാതെ. ഇന്നലെ പറഞ്ഞതിനെ നോക്കി ഇരുന്നേക്കരുന്ന്, മുന്നോട്ട് നോക്കി പൊക്കോളുക. പിന്നാടി അങ്ങനെയല്ലേ തമിഴിൽ? ആണോ? തമിഴന്മാരാരും ഇല്ലേ? ആ, രണ്ടും തമിഴ്നാട്ടുകാരുണ്ട്. പിന്നാടി പാക്കക്കൂടാതെ പുറകോട്ട് തിരിഞ്ഞ് നോക്കി അയ്യോ എനിക്ക് അറ്റാക്ക് വരുന്ന പോലെ തോന്നുന്നു പറഞ്ഞ് ഇരിക്കരുത്. കുറേ ദൂരം പോകാനുണ്ട്, രക്ഷപ്പെടണം. ഹല്ലേലൂയ. നിങ്ങളിരുന്ന സ്ഥലത്ത് ഒത്തിരി പേർ നല്ല തീരുമാനമെടുത്തിട്ട് രക്ഷപ്പെട്ടു പോയവരാണ്. നിങ്ങളിരുന്ന സ്ഥലത്ത് ഈ കസേരയിൽ കൂടെ വേറെ പലരും ഇരുന്നവർ ഇന്ന് കാനഡയിലുണ്ട്. ഈ കസേരയിൽ ഇരുന്ന് ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുണ്ട്. ഈ കാനഡയിൽ ഇരുന്ന് നല്ല സാലറി മേടിച്ച് ശമ്പളത്തിൽ നല്ലൊരു കസേരയിൽ ഇരിപ്പുണ്ട്. ഇതേ കസേരയിൽ ഇരുന്ന ചിലർ നല്ല കുടുംബജീവിതം ആരംഭിച്ചിട്ടുണ്ട്. ഇതേ കസേരയിൽ ഇരുന്ന ചിലർ മദ്യപാനം നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി പേർ അനുഗ്രഹത്തോടെ പ്രാർത്ഥിച്ച വേറൊരു അതേ കസേരയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വന്നിരുന്ന ആൾ ആ കസേരയിൽ ഇരിക്കുന്നില്ല. ഒരുപാട് പേർ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചൊരു സ്ഥലത്താണ് നിങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് കൊടുക്കുന്ന വിലയാണ് നാളത്തെ അനുഗ്രഹമായി വെളിപ്പെടുന്നത്. വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു വിലയാണ്. ഹല്ലേലൂയ. നല്ല വിശ്വാസത്തോടെ നല്ല ഉറപ്പോടെ ആയിരിക്കട്ടെ. അതിന് തക്കതായ പ്രതിഫലം തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. എൻ്റെ കയ്യിൽ ഒരാൾ 5000 രൂപ കൊണ്ട് തന്നു. 5000 രൂപ. ഞാൻ ചോദിച്ചു എന്താണ് 5000 രൂപ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ ജർമ്മനിയിലാണ്, നഴ്സിംഗ് പഠിക്കാൻ പോയി, അവന് കിട്ടിയ ആദ്യത്തെ ശമ്പളമല്ല, പഠിക്കാൻ പോയതാ. എത്ര പ്രാവശ്യം ഇവിടെ ഒരു കസേരയിലിരുന്ന് കരഞ്ഞിരുന്നിട്ടുണ്ടെന്നറിയാമോ? എത്രയോ വെള്ളിയാഴ്ചകളിൽ. ആ കൊച്ചിനെ കാണുമ്പോൾ തന്നെ ഇവൻ ഈ ഒരു കാര്യത്തിനാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതിന് മുമ്പ് മനസ്സിലാകുമായിരുന്നു. പല സ്ഥലത്തും പോയി, എല്ലാ സ്ഥലത്തും തിരിച്ചു വരേണ്ട സാഹചര്യം വന്നു. പക്ഷെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച തന്നെ ആ കാര്യത്തിൽ സർവശക്തൻ അവനെ എത്തിച്ചതിൻ്റെ സന്തോഷം വിളിച്ചു പറഞ്ഞു. അവൻ്റെ അപ്പനോടും അമ്മയോടും വിളിച്ചു പറഞ്ഞു, എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് കൊടുക്കണം. ഒരു പ്രത്യേക കവറിനകത്താക്കി 5000 രൂപ. ഞാൻ 5000 രൂപയെക്കുറിച്ച് പറയാനല്ല, ദൈവം അനുഗ്രഹിച്ച ഒരനുഗ്രഹമായിട്ട് അതിനെ കാണുന്നത്. ഹല്ലേലൂയ. കഴുകനെ പോലെ ഉയർന്നു പറന്നോണം. ഹല്ലേലൂയ. ഇന്നൊരു ദൈവവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രാർത്ഥനയോടെ കൊണ്ടുവരികയാണ്. അത് യെശയ്യാ സങ്കീർത്തന പുസ്തകം, സങ്കീർത്തനം 92-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 92-ാം അധ്യായം 10 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്. സങ്കീർത്തനം 92-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. നല്ല ശ്രദ്ധയോടെ ഒന്ന് വായിക്കാം. ബൈബിൾ വായിക്കുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. കൊമ്പ് എവിടെയായിരിക്കുന്നത്? കൊമ്പ് എവിടെയായിരിക്കുന്നത്? തലയില്. അവിടുന്ന് എഴുതിയിരിക്കുവാണ്, അവിടുന്ന് എൻ്റെ കൊമ്പ്. മനുഷ്യർക്ക് കൊമ്പില്ല, പക്ഷെ അത് ചേർത്ത് വച്ചിരിക്കുക. എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി. എന്താ ഈ കാട്ടുപോത്ത്? നമ്മുടെ ഇതിലേക്കൂടെ വീട്ടിൽ വളർത്തുന്ന ആടിന് കൊമ്പുണ്ട്, എരുമയ്ക്ക് പോത്തിന്, പശുവിന്, ഇതിനെല്ലാം കൊമ്പുണ്ട്, മാനിനെല്ലാം കൊമ്പുണ്ട്. എന്തിനാ ഈ കൊമ്പൊന്നും ചേരാതെ, ഇതിനൊന്നും ചേർത്ത് വയ്ക്കാതെ കാട്ടിക്കിടക്കുന്ന കാട്ടുപോത്തിൻ്റെ കൊമ്പെന്ന് പറയുന്നത്? കാട്ടുപോത്ത് അതിൻ്റെ കൊമ്പിനെ ആനയ്ക്ക് പോലും ഭയമാണെന്നാണ് പറയുന്നത്. കേട്ട് കേൾവി അങ്ങനെയാണ്. പറയുവാണ്, അവിടുന്ന് എൻ്റെ കൊമ്പിനെ
കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി. അങ്ങനെ ഉയരാൻ എന്താ കാരണമെന്ന് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. ഇനി നേരെ തിരിച്ചു വായിച്ചേ. അവിടുന്ന് എൻ്റെ മേൽ പുതിയ ഒരെണ്ണ ഒഴിച്ചു, പുതിയൊരു തൈലം ഒഴിച്ചു. അതുകൊണ്ട് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ദൈവം ഉയർത്തി. അപ്പം അങ്ങനെ ഒരു ഉയർച്ചയുണ്ടാകാൻ കാരണം ഒഴിച്ച ഒരു തൈലമാണ്. എന്താണ് ഈ തൈലം? നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവം നിങ്ങളുടെ മേൽ ഒഴിക്കുന്ന പുതിയ ഒരു എണ്ണയാണ്, ഒരു തൈലമാണ്. അതാണ് ഈ പ്രാർത്ഥനയാണ്, ഈ വചനമാണ് നിങ്ങളുടെ ജീവിതത്തെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്താൻ കാരണമാകുന്നത്. അപ്പോൾ ദൈവം ആരാണ്? ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം ആരാണ്? എനിക്ക് ദാരിദ്ര്യം തരുന്ന ദൈവമല്ല, എന്നെ തകർക്കുന്ന ദൈവമല്ല, എന്നെ ശിക്ഷിക്കുന്ന ദൈവമല്ല, എന്നെ രക്ഷിക്കുന്ന കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ എൻ്റെ കൊമ്പിനെ, എൻ്റെ ശിരസിനെ ഉയർത്തുന്ന ദൈവമാണ് എൻ്റെ ദൈവം. അതെങ്ങനെയായിരിക്കും? ചിലപ്പോൾ നല്ല വീട് തന്നായിരിക്കും, ചിലപ്പോൾ നല്ല ശുശ്രൂഷ തന്നായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് തന്നായിരിക്കും, നല്ല ബന്ധങ്ങൾ നൽകിയായിരിക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ എനിക്ക് ഒത്തിരി അനുഭവമാണ്, ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം റീസൺ എഴുതിയിട്ടുമാണ്. അവിടുന്ന് എൻ്റെ മേൽ പുതിയ ഒരു എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു. ഇത് ഇന്ന് സംഭവിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ മേൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ഒരു പുതിയ തൈലം പോലെ ആകട്ടെ, പുതിയൊരു എണ്ണ പകരുന്നത് പോലെ ആകട്ടെ. ഇനി അങ്ങനെ ഒരു തൈലം, ഇത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഇതാണ്: ഓരോ ദിവസവും ദൈവം ആ വചനം കേൾക്കുന്ന വ്യക്തിക്ക്, ആ കുടുംബത്തിനൊരു പുതിയ തൈലം ഒഴിക്കുകയാണ്. ആ വ്യക്തിയെ, ആ കുടുംബത്തെ ഒരു തൈലം ഒഴിക്കുവാണ്. ഇന്നതിൻ്റെ റിസൾട്ടൊന്നും കണ്ടില്ലേലും ദൈവം നിങ്ങളുടെ ജീവിതത്തെ, പിള്ളേരുടെ ഭാവിയെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അത് അങ്ങനെ ഒരു അനുഗ്രഹം വന്നാൽ 11-ാമത്തെ വാക്യം, എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണ് കണ്ടു. എൻ്റെ ശത്രുക്കളുടെ പതനം, എൻ്റെ ശത്രുക്കൾ തകരുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ കൈബലവോ ആരോഗ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല ശത്രുക്കൾ താഴെ വീണത്, നിങ്ങളുടെ മേൽ പകർന്ന പുതിയ തൈലത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ഓണാഘോഷമൊക്കെ നടത്തുമ്പോൾ, അല്ലെ, ഓണത്തിന് ആഘോഷങ്ങൾ നടത്തുന്ന സമയത്ത് ഒരു മത്സരമാണ് വാഴപ്പിണ്ടിയിൽ കയറ്റം. ഇപ്പോഴൊക്കെ ഉണ്ടോയെന്നറിയത്തില്ല, എന്നാലും ഉണ്ട്. വലിയ വാഴ വെട്ടിക്കൊണ്ട് വന്ന് അതിൻ്റെ പോളയെല്ലാം പൊളിച്ച് കളയും. ഒന്നാമതെ വാഴയെ കയറാൻ പറ്റത്തില്ല. ഈ മത്സരം സംഘടിപ്പിക്കുന്ന വ്യക്തി കടയിൽ നിന്ന് കൊണ്ട് ഓയിൽ ഒഴിക്കും, അതേ പുരട്ടും. എന്നിട്ട് ഇതേലോട്ട് വലിഞ്ഞു കയറാൻ കുറേ പേര് നോക്കും, നടക്കത്തില്ല, ഗ്രിപ്പ് കിട്ടത്തില്ല, പിടുത്തം കിട്ടുന്നില്ല. കണ്ടിട്ടുണ്ടോ? വാഴപ്പിണ്ടിയിൽ എണ്ണ തേച്ച്, ഒന്നാമതേ അതിലൊരു ജലത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് കയറാൻ പറ്റത്തില്ല വാഴയിൽ. പിന്നെ അതിൻ്റെ പുറത്തെ ആ പോളയും കൂടെ പൊളിച്ചു കളഞ്ഞാൽ പിന്നെ ഒട്ടും പറ്റത്തില്ല, ഗ്രിപ്പ് കിട്ടില്ലല്ലോ. പിടിച്ച് കയറാൻ നിൽക്കാനൊരു സ്ഥലം വേണ്ടേ, ചവിട്ടി നിൽക്കാൻ ഒരു ഗ്രിപ്പ് വേണ്ടേ, പറ്റുന്നില്ല. അതേലോട്ട് എണ്ണ ഒഴിച്ചാലോ നമ്മുടെ കൈ എത്ര മുറുക്കി അതിനെ പിടിക്കാൻ നോക്കിയാലും വിട്ടുപോകും. ഇതുപോലെ തന്നെയാകട്ടോ, ദൈവം ഒഴിക്കുന്ന പുതിയ തൈലം നിങ്ങളുടെ മേത്ത് വീണാൽ പിശാച് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഒന്ന് അള്ളിപ്പിടിച്ച് കയറാൻ നോക്കിയാൽ ആ ഗ്രിപ്പ് കിട്ടത്തില്ല. പിടിച്ചു കയറാൻ നോക്കും, അമക്കി പിടിച്ചു കയറാൻ നോക്കും, പക്ഷെ പുള്ളി വിട്ട് താഴെ പോകും. അതാ എഴുതിയിട്ടുള്ളത്. ആ പുതിയ തൈലം നിന്റെ മേൽ ഒഴിച്ചതുകൊണ്ട് ശത്രുക്കൾക്ക് നിന്റെ മേത്ത് കയറാൻ, നിന്റെ കുടുംബത്തിൽ കയറാൻ കഴിയാതെ വരും. ഇതൊക്കെ ശരിക്കും അറിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ആ പുതിയ തൈലം ഇന്ന് എൻ്റെ മേൽ പകരണമേ. വേണ്ട, ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കിത് വേണം. നിങ്ങളുടെ മക്കളുടെ ഭാവി, പല ആളുകളും നിങ്ങളുടെ മക്കളെ
വലിക്കാൻ കൊടുത്തും കുടിക്കാൻ കൊടുത്തും ചവയ്ക്കാൻ കൊടുത്തും ചില ബന്ധങ്ങളിൽ കൊണ്ടുപോയി കണക്റ്റാക്കിയും ചില ഭാവിയെ തകർത്ത് കളയാൻ കിടഞ്ഞ് ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ ഒക്കെ അതൊന്നും പിടിച്ച് കയറാതെ അവർക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് കുതറി മാടി രക്ഷപ്പെടണമെങ്കിൽ ഉണ്ടല്ലോ, കുറേ കഴിവും ബുദ്ധിയും ശക്തിയും മാത്രം പോരാ, പിന്നെയോ നിങ്ങളുടെ മേൽ ദൈവമൊഴിക്കുന്ന ആ പുതിയ തൈലം വേണം. ആമേൻ, ആമേൻ. അതെവിടുന്ന് കിട്ടും? ആയുർവേദ കടയിൽ കിട്ടുമോ? ആര്യവൈദ്യശാലയിൽ കിട്ടുമോ? അത് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ കഴുകനെ പോലെ ചിറകടിച്ചുയരും, കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയ കാര്യമാണ്. ഈ തൈലം ഇന്ന് എൻ്റെ മേൽ, ഈ ശുശ്രൂഷയിൽ എൻ്റെ മേൽ വീഴണമെന്ന് പ്രാർത്ഥിക്കണം. ഇത് മാത്രം മതി. ഇനി അടുത്ത ഗുണം വായിക്കുകയാണ്. എന്നെ ആക്രമിക്കുന്നവരുടെ ദുഷ്ടരുടെ ദുരന്തം, എന്നെ തകർക്കാൻ നോക്കുന്നവൻ തകർന്നു പോയതിൻ്റെ ശബ്ദം എൻ്റെ ചെവി ഞാൻ കേട്ടു. ഹല്ലേലൂയ. പുള്ളി എന്നെ ഇല്ലാതാക്കാൻ നാട് നീളെ തകർത്തോണ്ടിരിക്കുമായിരുന്നു. എന്നെ നാണം കെടുത്തി, നാട് മുഴുവൻ പലതും പറഞ്ഞു, ഊമക്കത്തെഴുതി, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, പുള്ളി ഫ്രോഡാണ്, പുള്ളി മോശമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ദൈവം നൽകുന്ന പുതിയ തൈലത്തിൽ അവിടെ നിന്നതുകൊണ്ട് എഴുതിയിരിക്കും. നോക്ക്, എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരെന്ന് പറഞ്ഞ ആരാണ്? അവരുടെ മനസ്സ് കറക്റ്റല്ല, ദുഷ്ട മനസ്സാണ്. കണ്ണും മൂക്കും ചെവിയൊന്നും കുഴപ്പമില്ല, പക്ഷേ ഈ ഭാഗം കറക്റ്റല്ല, ദുഷ്ട മനസ്സാണ്. അതാണ് ദുഷ്ടരുടെ. മനുഷ്യർ ദുഷ്ടത്തരങ്ങൾ ചെയ്യും, അവൻ്റെ ഭാവിയെ ഇടിച്ച് തകർത്തില്ലാതാക്കാൻ നോക്കും, എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് താഴ്ത്താൻ നോക്കും. ദുഷ്ടരുടെ പതനം, അവർ വീഴുന്നത്, ആ ഒച്ച എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടു. എപ്പോഴാ? നമ്മൾ കുറേ VIP-കളായി ബന്ധമുള്ളതോപ്പോഴല്ല, ആ തൈലം എൻ്റെ മേൽ വന്നതുകൊണ്ട് ശത്രുക്കൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയത്തില്ല. പറഞ്ഞ് ഒരു കരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ഏത് രീതിയിൽ നിങ്ങൾ എടുക്കും, എങ്ങനെ ഇത് മനസ്സിലാക്കുന്നോ നിങ്ങളെല്ലാവരും? ഇതൊരു പ്രസംഗം മാത്രമല്ല കേട്ടോ, ഇത് ഉപകാരമാണ്, ഇത് ആവശ്യമാണ്, എനിക്കും ആവശ്യമാണ്, നിങ്ങൾക്കും ആവശ്യമാണ്. ഈ പുതിയ തൈലം വന്നാൽ എന്താ ഗുണമെന്ന് എഴുതിയിട്ടുണ്ട് താഴെ. ഈ പുതിയ തൈലം നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഇതൊക്കെ അറിയും, കർത്താവേ അങ്ങ് വചനത്തിലൂടെ നൽകുന്ന പുതിയ എണ്ണ എൻ്റെ മേൽ പകരണമേ. ഹോസ്റ്റലിൽ, കോളേജിൽ, സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ മക്കളുടെ മേൽ ആ പുതിയ തൈലത്തെ പകരണമേ. അവരെ ആർക്കും അവരെ പിടിക്കാൻ പറ്റൂല, ആർക്കും അവരെ ഉപദ്രവിക്കാൻ പറ്റൂല. കാരണം അങ്ങനെ ഒരു തൈലം അവരിലുണ്ട്. ഇത് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയല്ല, ഇതൊരാളിൽ കിട്ടുന്ന ദൈവാനുഗ്രഹമാണ്. ഇനി ആ തൈലമുള്ളതിന്റെ പ്രത്യേകത 12-ാമത്തെ വാക്യം, നീതിമാന്മാർ പന പോലെ തഴയ്ക്കും. ആ വാക്ക് ശ്രദ്ധിച്ചോ. ഈ തൈലം നിങ്ങളിലുണ്ടെങ്കിൽ ഏതുപോലെ വരും? പന പോലെ തഴച്ചു വളരും. ഹല്ലേലൂയ. അവർ പുരപ്പുറത്തെ പുല്ലുപോലെ വാടിപ്പോകില്ല. പല മനുഷ്യരും പുരപ്പുറത്ത് വളരുന്ന പുല്ലുപോലെയാണ്. പുരപ്പുറത്ത് വളരുന്ന പുല്ല് മഴക്കാലത്ത് എന്നാ ശക്തിയാ, ഒറ്റ വെയിലത്ത് അവൻ വാടാൻ തുടങ്ങും. ഒറ്റ വെയിലത്ത്. അത് പുരപ്പുറത്തെ പുല്ലാണ്. ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ വളർച്ച ഓടിൻ്റെ പുറത്ത് വളരുന്ന പുല്ലുപോലെ അല്ല, അത് പന പോലെ തഴച്ചു വളരും. തഴയ്ക്കാനുള്ള കാരണം ഈ തൈലം എൻ്റെ മേൽ ദൈവം ഒഴിച്ചത് കൊണ്ട്. പിന്നെ അടുത്തതോ, ലെബനോനിലെ ദേവദാരുവിന് എന്തോ പ്രത്യേകതയുണ്ട്. കോട്ടയത്തെ റബ്ബറും വയനാട്ടിലെ റബ്ബറും വ്യത്യാസമുണ്ട് ഇല്ലേ? ഇവിടെ റബ്ബർ അത്ര ഭംഗിയാകത്തില്ല, ഇച്ചിരി തണുപ്പൊക്കെയുള്ള സ്ഥലമാണ്, അതിൻ്റെ പട്ടമരച്ച്. പക്ഷെ കോട്ടയത്തെ റബ്ബർ പോലെ, പാലായിലെ റബ്ബർ പോലെ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ലെബനോനിലെ ദേവദാരു, ദുബായിലൊക്കെയുള്ള പന, അതവിടെ അതിൻ്റെ ഇത്. ഇവിടെയുള്ളവർ പറയും വയനാട്ടിലെ കാപ്പി പോലെ, ഇടുക്കിയിലെ ഏലം പോലെ, അങ്ങനെയൊക്കെ പറയില്ലേ? ഇവിടെ നിന്നൊരാൾ പറയുന്നത് കേട്ട്, ഈ ഏലം ഒന്നും കൊള്ളത്തില്ല, ഇടുക്കിയിലെ ഏലമാണ് ഏലം. ശരിയാണ്.
ഇവിടുത്തേക്കാളും നല്ല ഏലമാണ് ആ നാട്ടിലെ മണ്ണ് അങ്ങനാണ്. അതെഴുതി ലെബനോനിലെ ദേവദാരു പോലെ വളരും. ഹല്ലേലൂയ. എല്ലാം ഉയരും വളരും എന്നൊക്കെ എഴുതിയ വാക്കുകൾ ശ്രദ്ധിച്ചോ. ഉയരും, വളരും, തഴയ്ക്കും, കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ, കഴുകനെ പോലെ ശക്തി പ്രാപിക്കും. ഇവിടെ ഒന്നും നശിക്കും, തകരും, ശരിയാകത്തില്ല, ഗുണം പിടിക്കത്തില്ല എന്നൊന്നും കാണുന്നേയില്ല. അതൊന്നും ശരിയാവൂലെന്നേ, അതൊന്നും ഗുണം പിടിക്കാനുള്ള ലക്ഷണമല്ല, ഇതൊന്നും കാണുന്നില്ല. എഴുതിയിരിക്കുന്ന കുറേ വാക്ക്: പറക്കും, തഴയ്ക്കും, വളരും, ഉയരും, ലെബനാനിലെ ദേവദാരു പോലെ, പന പോലെ എന്നൊക്കെ എഴുതിയിരിക്കുന്നേ. ഇത് നിങ്ങളെ ഉദ്ദേശിച്ച കേട്ടോ, നമ്മളെ ഉദ്ദേശിച്ച, നമുക്ക് വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നേ. ഒരാളും വാടിപ്പോയേക്കല്ല്. നിങ്ങളെ ഉയർത്തുന്ന വളർത്തുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന ദൈവകൃപയിൽ നിങ്ങൾ ഇരിക്കുന്നത് നിയോഗമുള്ള ഒരു സ്ഥലത്താണ്. നിങ്ങളിപ്പോൾ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു തിയേറ്ററിൻ്റെ അകത്തോ, ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തോ, ഒരു ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷത്തിലോ അല്ല, നിയോഗമുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. ആ സമയം നിനക്കൊരനുഗ്രഹമാണ്. ഈ സമയം ഒരു വഴിത്തിരിവിന് കാരണമാകും. വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഭാഗം വായിക്കുവാണ്. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. ആരെ? ദൈവം കൊടുക്കുന്ന ഈ ഓയിൽ, ഈ എണ്ണ വീണവരെ, ഈ വചനം കേൾക്കുന്നവരെ ദൈവം എവിടെ കൊണ്ട് നടും? കർത്താവിൻ്റെ ഭവനം. ദൈവത്തിൻ്റെ ഭവനത്തിൽ അവരെ നട്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവം എവിടെയെങ്കിലും കൊണ്ടേ നടിയേല, ദൈവഭവനത്തിൽ അനുഗ്രഹത്തിൽ നടും. ആമേൻ. അപ്പോൾ വളരാൻ തുടങ്ങും. അടുത്തതോ, അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. 14-ാമത്തെ വാക്യം: വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. ഓരോ വാക്കും ഗൗരവമുള്ളതാണ്. എല്ലാ വാക്കിനും അർത്ഥമുണ്ട്. അവർ ഇല ചൂടി അപ്പുറത്തെ ഒരു മാവ് നിൽക്കുന്ന പോലെ നിൽക്കുന്നല്ല, പുഷ്ടിയോടെ നിൽക്കും, ജീവനോടെ നിൽക്കും. കണ്ടാൽ 10 പേര് നോക്കത്തക്ക വിധം അങ്ങ് നിൽക്കും. അതാ പുഷ്ടിയോടെ. നമ്മൾ പറയില്ലേ, ആ മരത്തിന് എന്തോ ഒരു പച്ചപ്പാത്, നല്ലൊരു മരം പുഷ്ടിയോടെ നിൽക്കുന്നതിനെ പലരും ശ്രദ്ധിക്കും. ഇങ്ങനെ പുഷ്ടിയോടെ നിൽക്കാൻ എന്താ കാരണം? നിന്റെ മേൽ പകർന്ന ഓയിൽ, ആ തൈലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് നമുക്കെല്ലാവർക്കും വേണം. ഒന്ന് പ്രാർത്ഥിച്ചേ, ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ചേ, നിങ്ങൾ ഈ വിഷയത്തെ പ്രാർത്ഥിച്ചേ. കേട്ട് വേഗത്തിൽ മറന്നു പോകാതിരിക്കാൻ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു മുദ്രയായി, ഒരു കല്ലേൽ എഴുതിയ പോലെ എഴുതി വെച്ച്, അവിടുന്ന് എൻ്റെ മേൽ പുതിയ ഒരു തൈലത്തെ, ഒരു എണ്ണയെ ഒഴിച്ചു. അപ്പോൾ ഞാൻ കണ്ടത്, എന്നെ ആക്രമിക്കാൻ വന്ന ദുഷ്ടരുടെ പതനം വീഴുന്നത് എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടു. ശത്രുക്കൾ തകരുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. പിന്നെ തൈലം വീണ നീയോ ലെബനോനിലെ ദേവദാരു പോലെ തഴച്ചു വളരാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ പേരാണ് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം, ദൈവത്തിൽ നിന്നുള്ള സഹായം, ദൈവത്തിൽ നിന്നുള്ള പ്രത്യേകമായ ഇടപെടലുകൾ. ഇതെല്ലാം ദൈവത്തിൽ നിന്നെടുത്ത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയമായത്. ഒരു നിമിഷം എല്ലാ കരങ്ങളും സാധ്യമെങ്കിൽ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചൊന്ന് കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തെ ഞാനിപ്പോൾ ഏൽപ്പിച്ചു തരികയാണ്, എൻ്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്, എൻ്റെ തലമുറയെ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്, എൻ്റെ ശുശ്രൂഷയെ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്, ഈ പ്രാർത്ഥനാലയത്തെ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. ഇവിടെ അകത്തും പുറത്തും ചാപ്പലിലും താഴെയും വരാന്തകളിലും ഒക്കെ ആയിരിക്കുന്നവരെ, ഈ ശബ്ദം യാദൃശ്ചികമായെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിച്ചേ, ഒഴുക്കിനൊത്തൊഴുകിയാൽ എവിടെ എത്തിയല്ല. ഇന്നത്തെ കാലത്തെ പ്രത്യേകതയാ, ഒഴുക്കിനൊത്തങ്ങ് ഒഴുകിപ്പോയാൽ എവിടെയേലും ചെല്ലും. പക്ഷെ ഒഴുക്കിനെതിരെ നീന്തുന്നവരാകണമെന്ന്. അല്ലെങ്കിൽ ഒഴുക്കിനൊത്ത് പോയാൽ നാടോടുമ്പോൾ നടുവേ ഓടും എന്നൊക്കെ പറഞ്ഞങ്ങ് പോയാൽ ലക്ഷ്യത്തിലെത്തണമെന്നില്ല. നമുക്ക് വേണ്ടത് ഒഴുക്കിനെതിരെ നീന്താനുള്ളൊരു ശക്തിയാണ്. ലോകം പറയുന്നു പ്രാർത്ഥന വേണ്ട, അവർ പറയുന്നു പള്ളി വേണ്ട, ഇവർ പറയുന്നു ആരാധന വേണ്ട. ഇങ്ങനെയൊക്കെ പറയുന്നതനുസരിച്ച് ഒഴുക്കിനൊത്തു പോയാൽ നമ്മൾ ലക്ഷ്യത്തിലെത്താതെ പുരപ്പുറത്തെ പുല്ലുപോലെ വാടിപ്പോകും.
നമുക്ക് വേണ്ടത് ഒഴുക്കിനകത്തുള്ള ഒഴുകല്ല, ഒഴുക്കിനെതിരെ നീന്താൻ, ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരണ്ടേ. ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു തലമുറയെ നമ്മൾ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരണ്ടേ. ആരാധിക്കുന്ന ഒരു തലമുറയെ നമ്മൾ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരണ്ടേ. ചില കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് മരിക്കുന്നതിന് മുമ്പ് ചെയ്യാനുണ്ട്. ഈ ലോകത്ത് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആരുടെയൊക്കെയോ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തേണ്ട കരങ്ങളും ജീവിതവുമാണ് നിങ്ങളുടേത്. ഇന്ന് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊരു സന്ദേശം പറഞ്ഞു, നിന്റെ വീടിന്റെ നടുക്കത്തെ തൂണുപോലെ നിൽക്കേണ്ടവനാ നീ, ഉഴപ്പി പോയേക്കല്ല്. വീടിന്റെ നടുക്കത്തെ തൂണുപോലെ നിൽക്കേണ്ടവനാ നീ, കൂട്ടുകൂടി പോയേക്കല്ല്, ഉഴപ്പി പോയേക്കല്ല്, താളം തുള്ളി പോയേക്കല്ല്, ഉണങ്ങിപ്പോകും. പുരപ്പുറത്തെ പുല്ലുപോലെ വാടിപ്പോകും, ഒറ്റ വെയിലത്ത് വാടിപ്പോകും. ലെബനോനിലെ ദേവദാരു പോലെ തഴച്ചോണം. മരുഭൂമിയിലെ പന വളരുന്നത് പോലെ വളരണം. അപ്പോൾ അതിന് വേണ്ടതെന്നതാ? വളരാനും ഉയരാനും നിന്റെ മേൽ ഒരു പുതിയ തൈലം വേണം. എല്ലാവരും ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, വചനത്തിൽ പറഞ്ഞ ഈ പുതിയ അഭിഷേകത്തെ ഇന്ന് എൻ്റെ മേൽ ഒഴിക്കണമെന്ന് പ്രാർത്ഥിച്ച്, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ അഭിഷേകം ഇന്ന് എൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിച്ച്, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ അഭിഷേകം ഇന്ന് എൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിച്ച് ഒന്ന് അധരങ്ങളെ തുറന്ന് എല്ലാവരും ഒന്ന് അല്പനേരം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ സഹായിക്കണമെന്ന് പറഞ്ഞ്, ആ പുതിയ തൈലം എന്റെ മേൽ ഒഴിക്കണമെന്ന് പറഞ്ഞ്, ആ പുതിയ തൈലം എന്റെ മേൽ പകരണമെന്ന് പറഞ്ഞ്, എന്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിച്ച്, കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തേനെ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റപ്പായേ. അർത്ഥം പറഞ്ഞൊന്ന് പാടിയേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തേനെ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റപ്പായേ. കയ്യിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. കയ്യിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നപ്പായി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നപ്പായി. ചേർന്ന് പാടാമോ? കള്ളൻ നടുവിൽ തേജസ്സായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും എന്നപ്പായി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും എന്നപ്പായി. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിരുന്നു കൊണ്ട് തന്നെ ഒന്നെല്ലാവരും ഒന്ന് അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, കർത്താവെ, ആ വചനത്തിൽ പറഞ്ഞ പുതിയ തൈലത്തെ എൻ്റെ മേലൊന്നു, അത് മാത്രം ഒരു വലിയ അനുഗ്രഹമാകട്ടോ. ആ ഒരൊറ്റ തൈലം വീണത് കൊണ്ടാണ് താഴെ പറയുന്ന ഓരോ അനുഗ്രഹങ്ങളും ചേർന്ന് വന്നത്. ഇതുപോലെ ഈ വചനം ഈ നിയോഗത്തോടെ നിങ്ങൾ കേൾക്കുമ്പോൾ ചില അനുഗ്രഹങ്ങൾ ചേർന്ന് തന്നെ വരും. ദൈവം ഒരുക്കുന്ന രക്ഷ നിങ്ങൾ കാണും. ദൈവം ഒരുക്കിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ദൈവം തരുന്ന നന്മകൾ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ഒന്ന് ആ കരങ്ങളെ ഉയർത്തി അധരങ്ങളെ തുറന്ന് ഒന്നെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ.
ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, ആ പുതിയ തൈലത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഇന്നുണ്ടാകട്ടെ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ ദൈവം തരുന്ന ഭാഗ്യം അനുഭവിക്കുന്നൊരു വെള്ളിയാഴ്ച ആയിരിക്കട്ടെ ഇതെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു വചനം കൂടി ഈ കൂട്ടത്തിലൊന്ന് വായിക്കുകയാണ്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ഒരു വചനമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ളൊന്ന് വായിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമുക്കുള്ളൊരു വാക്യമാണ്, നമുക്കുള്ളൊരു വചനമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം ശ്രദ്ധയോടെ പറയാനുണ്ട്. നമ്മൾ പ്രാർത്ഥന കൊണ്ട് വേലി കെട്ടുന്ന സമയമാണ് ഇത്. പ്രാർത്ഥന കൊണ്ട് നമുക്കൊരു ദോഷവും വരാതെ വേലി കെട്ടുന്ന സമയം. നമുക്കറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു എങ്ങനെ ഈ വേലി കെട്ടുക എന്ന്. നമ്മൾ പറമ്പിന് ചുറ്റും വേലി കെട്ടുക നമുക്ക് മനസ്സിലായി, എന്തെങ്കിലും ചെയ്യാം. എങ്ങനെയാണ് ജീവിതത്തിന് ചുറ്റും വേലി കെട്ടുക? അന്ന് ചുമ്മാ പറയുകയാണ്. നിങ്ങൾ എട്ടുകാലിയെ കണ്ടിട്ടുണ്ടാകും. എട്ടുകാലി, അതിന് വലയുണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്. എന്നോടൊരാൾ പറഞ്ഞതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് ഈ എട്ടുകാലി വല ചുമ്മാ നിൽക്കത്തില്ല. ഓരോ പില്ലർ പോലെ ഓരോ നാരുണ്ട്, ആ മരത്തേന്നും ഈ ഇലയെന്നും എല്ലാ വശത്തും. എന്നിട്ട് എട്ടുകാലി അതിൻ്റെ വായിൽ നിന്ന് ഒരു ദ്രവം ഉൽപ്പാദിപ്പിച്ച് അതാ ഓരോ സ്ഥലത്തും കൊണ്ട് മുട്ടിച്ചു വെക്കും. ഇവിടുന്ന് അതെടുത്ത് ഇങ്ങനെ കൊണ്ട് ഇപ്പുറത്തെ അത് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ആ വള്ളിയെ കൊണ്ടുപോയി വെട്ടിച്ചു വെക്കും. അത് എന്നിട്ട് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങനെ ഇത് രൂപപ്പെടുന്ന. ഇതുപോലെ നിങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങളെ വിശ്വാസത്തോടെ പറഞ്ഞും പ്രാർത്ഥിച്ചും ഇങ്ങനെ ഓരോ സ്ഥലവും ചേർത്ത് വയ്ക്കണം. അപ്പോഴാണത് ജീവിതത്തിന് ചുറ്റും ഒരു മതിലായത് മാറും. പ്രാർത്ഥന കൊണ്ടും വേലി പണിയാൻ പഠിക്കണം, പ്രാർത്ഥന കൊണ്ടും മതിൽ കെട്ടാൻ പഠിക്കണം. എന്തിനെന്നറിയോ? ഒരു ദോഷവും നിനക്ക് വരാതിരിക്കാൻ. ഭയങ്കര കാര്യമാണ്, വലിയ കാര്യം. ഒരു ദോഷവും എല്ലാ ദിവസവും 2 കൈയിലും 10 വിരലുണ്ട്. അത്രയും പ്രാവശ്യം എപ്പോഴേലും പറയണം, ഒരു ദോഷവും എനിക്ക് വരികയില്ലെന്ന്. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. ഒരു തിന്മയും എനിക്ക് വരികയില്ലെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയില്ലെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, എട്ടുകാലി ഒരു ദ്രവം ഉപയോഗിച്ച് ഒരു വള്ളി എടുത്ത് അതിന് ഇപ്പുറത്ത് കൊണ്ടുപോയി മുട്ടിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെ, ജീവിതത്തിന് ചുറ്റും, തലമുറകളുടെ ചുറ്റും ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യണം. എന്നറിയോ? ഒരു ദോഷവും കയറി വരാതിരിക്കാൻ, ഒരു ചതികളും കയറി വരാതിരിക്കാൻ. ഇതിനകത്ത് ഇരിപ്പുണ്ട്. എല്ലാ ദിവസങ്ങളിലും പ്രസംഗിക്കുമ്പോൾ പറയും, ചതി, വഞ്ചന, ഇതൊക്കെ മനുഷ്യൻ്റെ അകത്ത്. മനുഷ്യൻ അവൻ PG എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലാണ്, ഡിഗ്രി എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലാണ്. എങ്ങനെ ഒരാളെ ചതിക്കാം, എങ്ങനെ ഒരാളെ ഇല്ലാതാക്കാം, അവൻ്റെ പോക്കറ്റിലെ പൈസ എങ്ങനെ ഇവിടെ എത്തിക്കാം എന്ന് കണക്കുകൂട്ടലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നും പ്രാർത്ഥിക്കണം, ഒരു ദോഷവും എനിക്ക് വരികയില്ലെന്ന്. ആ എട്ടുകാലിയെ ആ വള്ളി അതിൻ്റെ നാവിൽ നിന്ന് എന്തോ ഒരു ദ്രവം ഉൽപ്പാദിപ്പിച്ച അതിപ്പുറത്ത് ചെന്നെത്തിക്കുന്ന പോലെ വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ ഒരു മതിൽ പണിയുക. ഒരു ദോഷവും എനിക്ക് വരികയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു തിന്മയും എനിക്ക് വരികയില്ലെന്ന് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരനർത്ഥവും എനിക്ക് എല്ലാ ദിവസവും ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം, ഒരു ദോഷവും നിനക്ക് വരത്തില്ല. ഒരു കുടുംബത്തകർച്ചയും കയറി വരികയില്ല, ഒരു നഷ്ടവും കയറി വരത്തില്ല. അതെവിടം വരെ വരുവുള്ളെന്നറിയാമോ? വീടിൻ്റെ ഗേറ്റ് വരെ വരുള്ളൂ. വീടിൻ്റെ ആ മതിലിൻ്റെ അങ്ങോട്ട് തിരിയുന്ന അവിടം വരെ വരും, അവിടെ തിരിച്ചു പോകും. അവിടം വരെ വരുള്ളൂ, അകത്ത് കയറിയിരിക്കില്ല. ഒരു ദോഷവും തലമുറകൾക്ക് വരില്ല. ഇത് ഭയങ്കര ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. ഒരാൾ ഇവിടെ നിന്ന്, നിങ്ങൾ ഈ ക്യാമറ ഇരിക്കുന്നിടത്തിരുന്ന് കരഞ്ഞു ഒരു വെള്ളിയാഴ്ച. എന്നിട്ട് പറഞ്ഞു, ശരീരത്തിൻ്റെ ഒരു ഭാഗം തൊട്ടിട്ട് പറഞ്ഞു, അവിടെ ഒരു അസുഖമാണെന്ന.
ഇന്ന സ്ഥലത്തും ഡോക്ടർ പറഞ്ഞത്, ഒരു ശരീരത്തിലെ ഒരു ഭാഗം തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു വലിയ അസുഖമാണ്, വേഗം കോഴിക്കോടേക്ക് പോകാനാ ലെറ്റർ എഴുത്ത് തന്നിരിക്കുന്നത്. ഭയങ്കരമായി തളർന്നിരിക്കുവാണ്, പേടിച്ചു പോയി, ഭയപ്പെട്ടു പോയി. ഇവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് ആ ആശുപത്രി ഡോക്ടറെ കാണുന്നവരെ സഹോദര സഹോദരി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മന്ത്രം പോലെ ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മ എനിക്ക് വരികയില്ല, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഇത് മാത്രം, എണ്ണമൊന്നും വേണ്ട, പറഞ്ഞുകൊണ്ട് പോകാൻ പറഞ്ഞു. ഇവിടുത്തെ പറഞ്ഞൊരു സാക്ഷ്യമാകട്ടോ പറയുന്നേ. ഇവിടെ പറഞ്ഞൊരു സാക്ഷി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറയാ പേടിക്കാതെ ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല, അങ്ങനത്തെ ഒരു കാര്യമേ നിങ്ങളിത് ചിന്തിക്കുക പോലും വേണ്ടെന്ന് നല്ല പഠിപ്പും പ്രൊഫസറായ ഡോക്ടർ അവരോട് പറഞ്ഞു. അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഈ പ്രാർത്ഥന ഭയങ്കര ശക്തിയുള്ളതാണ്. ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരികയില്ല, ഒരു അനർത്ഥവും എനിക്ക് വരത്തില്ല. വിശ്വസിക്കുന്നു. ഇതൊക്കെ പ്രാർത്ഥിക്കുവോ? കയ്യിൽ എത്ര വിരലുണ്ട്? ഒരു കയ്യിൽ എത്ര വിരലുണ്ട്? 5. ഇപ്പുറത്തെ കയ്യിലോ? 4, 5. ഇപ്പം മൊത്തം എത്രയായി? 10. അത്രയും പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതി. അത്രയും പ്രാവശ്യം, കൈ വിരലിന് അത്രയും, എല്ലാ പ്രാവശ്യവും. ആരും പറഞ്ഞിട്ടല്ല. വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ഇതൊന്ന് പ്രാർത്ഥിച്ചു വെക്കും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചു വെക്കും, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴും ഇത് ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മ എനിക്ക് വരികയില്ല, ഒരു അനർത്ഥവും എൻ്റെ പിള്ളേർക്ക് വരികയില്ല. അതൊരു ഭയങ്കര ശക്തിയുള്ള പ്രാർത്ഥനയാണ്. 8 കാലി വല വെക്കുന്നത് പോലെ അത് നമ്മൾ ചേർത്ത് വെച്ചാൽ ഒന്നും ഇടിച്ചു കയറി വന്ന് നമ്മളെ തകർക്കുകയില്ല. അത് അവിടെ വച്ച് തന്നെ നമ്മൾ പറയില്ലേ, വായിച്ചു കേട്ടതാ, ഇസ്രായേൽ എന്ന രാജ്യത്തിന് ചുറ്റും ആകാശത്ത് പോലും എന്തോ മതിലുണ്ടെന്നാണ് പറയുന്നത്, ഒന്നും കയറി വരത്തില്ല. അങ്ങനെ കോട്ട കെട്ടി വച്ചിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കേട്ടുകേൾവിയുണ്ട്. ഞാൻ പറയുക, ആത്മീയ തലത്തിൽ നമുക്ക് കോട്ട കെട്ടി വയ്ക്കാൻ പറ്റും. ഒരു ദോഷവും വരാതിരിക്കാൻ, ഒരനിഷ്ട സംഭവങ്ങളും വരാതിരിക്കാൻ വേലി കെട്ടി പ്രാർത്ഥിക്കുന്നവർ മതിൽ പണിയുന്നവർക്ക് തുല്യമാണ്. പ്രാർത്ഥിക്കുന്നവർ ഈ വേലി പണിയുന്നവർക്ക് തുല്യമാണ്. ഒരു ദോഷവും വരാതെ ദൈവം കാക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. ഇനി വിശ്വസിക്കാത്തവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. 288 പേരുണ്ട്. എത്ര പേരുണ്ട്? ഈശ്വര, 288. എനിക്ക് കണക്കിൽ ഭയങ്കര വിദ്യാഭ്യാസമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് ഒത്തിരി പേര് ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല കാര്യം, നിങ്ങളെ ബഹുമാനിക്കുന്നു. ഈ ഉച്ച സമയത്ത് ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത് ഏറ്റവും വലിയ കാര്യം. കസേര അടുത്തിരിക്കുന്ന ആൾ മറിഞ്ഞ് താഴെ പോകുന്നുള്ളൂ, താഴെ പോകത്തില്ല. അടുത്തിങ്ങനെ ഭിത്തി പോലെ അടുത്ത ആളിരിപ്പുണ്ടോ, ഒരിക്കലും ആരും മറിഞ്ഞു പോകത്തില്ല. സന്തോഷമായിട്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. ഒരു വാക്യം വായിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലൊന്ന് വായിക്കുവാണ്. നിയോഗമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുവാണ്. 2-ാമത്തെ വാക്യം. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. ജെറുസലേമിൽ ശിമയോൻ എന്ന ഒരു ആൾ ജീവിച്ചിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത, അവൻ നീതിമാനും ദൈവഭക്തനും. ആ വാക്കാനകത്ത് എഴുതിയിട്ടുണ്ട്, ദൈവഭക്തൻ. നമ്മൾ പറയില്ലേ പുള്ളി ഒരു ഭയങ്കര ഭക്തനാന്ന്, അത് നിസ്സാരമായിട്ട് കാണണ്ട. ദൈവവചനത്തിനകത്തൊരു വാക്കാണ് ദൈവഭക്തൻ, ഒരു അഭിമാനമാണ്. അവനൊരു ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും. ആ വാക്കിനെ പറയാനാ, പ്രതീക്ഷയുള്ളവരായിരുന്നു. എന്തുള്ളവരായിരുന്നു? പ്രതീക്ഷ. നമ്മൾ ആരാണ്? പ്രതീക്ഷ കൊടുക്കേണ്ടവരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആരാന്നറിയാവോ? പ്രതീക്ഷ കൊടുക്കേണ്ടവരാണ്. ഹല്ലേലൂയ. നമ്മൾ കാരണം ഒരാൾ നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ ആരോടും പറയരുത് നീ പോയി ചാകാൻ നോക്ക്, നീ എന്തിനെങ്ങനെ ജീവിച്ചിരിക്കുന്നത്, പോയി പണി നോക്ക്. നിരാശയുടെ വാക്ക് പറയരുത്. പിന്നെ എന്തു പറയണം? ഇന്ന് ഡെയിലി ബ്ലെസ്സിങ് നിങ്ങൾ കേട്ടപ്പോൾ ഞാനൊരു സംഭവം പറഞ്ഞു. ഒരു വലിയ പ്രാർത്ഥനക്കാരൻ പുള്ളീനെ ഒരു രോഗിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. നിങ്ങൾ കേട്ടു. പ്രാർത്ഥിക്കാൻ പോയി കുറേ നേരം പുള്ളി തലങ്ങും വിലങ്ങും പ്രാർത്ഥിച്ചേച്ച് ആ റൂമിൻ്റെ അപ്പുറത്ത് നിന്ന് വേറൊരാൾ പറയുക, ഈ രോഗം ബാധിച്ചവരൊക്കെ മരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. എന്തിനാണാവോ പുള്ളി പോയത്? ഇങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും പ്രാർത്ഥിക്കാൻ പോകില്ല എവിടെയും. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാന്നിരിക്കട്ടെ ഇയാൾ മരിച്ചു പോകുമെന്ന് തോന്നിയാലും നിങ്ങൾ ഒരു വാക്ക് പറയണം, ബ്രദറെ സഹോദര രക്ഷപ്പെടും, നന്നായിട്ട് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. പ്രതീക്ഷ കൊടുക്കുന്നവരാകണം. അല്ലാതെ ഈ രോഗം ബാധിച്ച ചേട്ടൻ അപ്പുറത്ത് മരിച്ചുപോയി, മിനിഞ്ഞാന്ന് അടക്കായിരുന്നു, നാളെ 7 പറയാനല്ല പോകുന്നത്.
ഇതേ രോഗം ബാധിച്ച ഒരുത്തൻ ചങ്ങനാശ്ശേരി മരിച്ചുപോയി, ഇന്നലെ 41 പറയാൻ വേണ്ടി മൈക്ക് എടുത്ത് പോയേക്കല്ല്. നമ്മൾ പ്രതീക്ഷ കൊടുക്കും, പ്രതീക്ഷ. ഇവിടെ എന്തിനാ നിങ്ങൾ വന്നത്? ഇത്രയും ദൂരം ഇവിടെ വന്നത് എന്തിനാ? ഇവിടെ വന്നാൽ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടുമെന്ന ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. ഇത് മനുഷ്യർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന സ്ഥലമാണ്. ബസ് ഇറങ്ങി ആൾക്കാർ ഓടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ബിരിയാണി ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ? ഇവിടെ ബിരിയാണി ഇല്ല, ഇവിടെ കഞ്ഞി മാത്രമേ ഉള്ളൂ. കഞ്ഞി കുടിക്കാൻ എന്തിനാണ് ഓടി വരുന്നത്? അതവർക്ക് ഒരാശ്വാസം കിട്ടും, ഓടി വരുവാണ്. വീണ് പരിക്ക് പറ്റവരുണ്ട് ഇവിടെ, ഓടുവാണ്, നോക്കി ഓടുന്നത്, കുഴി കണ്ടില്ല, വീണു, നെറ്റി പൊട്ടി ആളെ കൊണ്ടുപോകാൻ നേരത്ത് ആ ചേച്ചി ഉറക്കെ പറയും, എന്നെ കൊണ്ടുപോകില്ല, എൻ്റെ കസേര പോകുമെന്ന്. ഇവിടെ ഇരുന്ന് പറഞ്ഞ ആളാണ്. വീണു പൊട്ടി ചോര ഇങ്ങനെ ഒഴുകി. ശുശ്രൂഷകർ ഒരാൾ ആ ചേച്ചിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പറയും, എൻ്റെ കസേര പോകും ബ്രദറെ. ചേച്ചി ചോര ഒഴുകുന്നു. അതൊന്നും സാരമില്ല, ഞാൻ ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് പ്രാർത്ഥന കൂടണമെന്ന്. എന്നിട്ട് താഴെ കൊണ്ടുപോയി കുറച്ച് ഞാൻ കസേര ഇരുത്തി. നെറ്റി പൊട്ടി വീണിട്ട് എന്നിട്ടും പറയുമോ കസേര പോകുമെന്ന്. പ്രതീക്ഷയാണ്. നെറ്റി പൊട്ടിയാൽ പോട്ടെ, അത് പിന്നെ ശരിയാവൂ. എനിക്കൊരു കാര്യം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുണ്ട്. അതാ പറഞ്ഞത്. ശരിക്കും മനുഷ്യരിവിടെ വരുമ്പോൾ നമുക്ക് തോന്നും, ഇതൊരു പുണ്യഭൂമിയാണല്ലോ ദൈവമേ, ഇതൊരു നല്ല സ്ഥലമാണല്ലോ. മനുഷ്യൻ ഓടി വരുമ്പോൾ ഒരു വീട്ടിലെ ആൾക്കാർ സ്കൂൾ വിട്ട് പിള്ളേർ ഓടി വീട്ടിൽ വരുന്ന പോലെയാണ് പലരും ഓടി വരുന്നത്. സ്കൂൾ വിട്ട് പിള്ളേർ വരുന്ന അങ്ങനെയാണ്, ഒരു സന്തോഷമാണ് ഓരോ ദിവസവും. അതുപോലെയാണ് മനുഷ്യൻ പ്രതീക്ഷയോടെ കയറി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നേർച്ചപ്പെട്ടികൾ അധികം വയ്ക്കാത്തത്. QR കോഡ് ഇവിടെ ഇല്ല. ഇവിടെ ദശാംശത്തെക്കുറിച്ച് ക്ലാസ്സുകളില്ല. ഇവിടെ സ്തോത്രക്കാഴ്ച പ്രാധാന്യമുള്ള കാര്യമല്ല. ഉണ്ടേ കൊടുക്കുക, ഇല്ലേ കൊടുക്കണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഇവിടെ പണത്തെക്കുറിച്ചൊരു ക്ലാസ് എടുത്തിട്ടില്ല. ഞാൻ പറയും, മനുഷ്യൻ പ്രതീക്ഷയോടെ കയറി വരുമോ. ഇങ്ങനെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ജെറുസലേമിൽ ശിമയോൻ എന്നൊരാൾ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചവനുമായിരുന്നു. അടുത്തത്, പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായി. ഒരു വാക്ക് മറക്കല്ല, പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്, ഭയങ്കര പ്രത്യാശയായിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തി എല്ലാത്തിനും നെഗറ്റീവ്, നിരാശ, ഒന്നും ശരിയാവൂല, ഒന്നും നടക്കൂല, നീ അതിന് പോകണ്ട, നീ പോയിട്ട് നിനക്ക് എന്നാ കിട്ടാനാ. പരിശുദ്ധാത്മാവുള്ള വ്യക്തി പ്രതീക്ഷയുള്ളവനായിരിക്കും. ഇത് എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് അവനിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 26-ാമത്തെ വാക്യം, കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ. ഞാൻ ഈ വാക്യം ഇങ്ങനെ നിങ്ങളോട് പ്രസംഗിക്കട്ടെ. ഒരനുഗ്രഹം നിങ്ങൾ പ്രതീക്ഷയോടെ വന്ന് നിങ്ങൾ കാണാനിടവരും. നിങ്ങളുടെ പാസ്പോർട്ടിൽ വിസ വരുന്നത് നിങ്ങൾ കാണും. വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ ചിലരോട് പറഞ്ഞു, അവരവരുടെ പാസ്പോർട്ട് എടുത്ത് എൻ്റെ കയ്യിൽ തന്നൊന്ന് പ്രാർത്ഥിക്കുക, ഒരു കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക, ഇതുകൊണ്ടൊന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഒരാളോട് പറഞ്ഞു, ആ പാസ്പോർട്ട് എടുത്ത് തുറന്ന് നെഞ്ചത്തിങ്ങനെ വെച്ച് നിങ്ങൾ, ദൈവമേ വിസ വന്നല്ലോ എന്ന് നിങ്ങൾ പറയും. കരഞ്ഞ സ്ഥലത്ത് മനസ്സറിഞ്ഞ് ചിരിക്കാൻ ഒരവസരം ദൈവം തരും. എന്താണ് മനസ്സറിഞ്ഞ് ചിരിക്കാൻ? മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് എത്ര നാളായി? മനസ്സറിഞ്ഞൊന്ന് സന്തോഷിച്ചിട്ട്. ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ ദൈവം ഭാഗ്യം തരും. വിശ്വസിക്കുന്ന കർത്താവേ, ആമേൻ. ദൈവത്തിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളൊരനുഗ്രഹം കാണും. നിങ്ങളൊരനുഗ്രഹം, ആ വീട് പണി നല്ലതായി വരുന്നത് നിങ്ങൾ കാണും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഭംഗിയായി നടക്കുന്നത് നിങ്ങൾ കാണും. നല്ല ബന്ധം നിനക്കുണ്ടാകുന്നത് നിങ്ങൾ കാണും. ഇതെല്ലാം ദൈവാനുഗ്രഹം. പ്രതീക്ഷയോടെ വന്നവൻ അനുഗ്രഹം കാണും. പ്രതീക്ഷയോടെ. അതാ ബൈബിളിൽ ഒരു വാക്കുണ്ട്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ, 27-ാമത്തെ വാക്യമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ. അവിടെ ഒരു വാക്കുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണ. അതെന്താണ്? ഇവിടെ നിങ്ങൾ വന്നത് വയനാടിൻ്റെ ഒരറ്റമാ, കേരളത്തിൻ്റെ അവസാനത്തെ സ്ഥലമാണ്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ 3.5 കിലോമീറ്റർ അപ്പുറം തമിഴ്നാടാണ്.
ഇതങ്ങ് എത്തിക്കഴിഞ്ഞു. കേരളം തീർന്നു, ഇവിടം കൊണ്ട് വടുവഞ്ചാല് കൊണ്ട് തീർന്നു. ഇത്രയും ദൂരം എന്തിനാ അങ്ങ് ഇടുക്കിയിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട്, കുറച്ച് പേര് അങ്ങ് നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. എന്തിനാണ് ഇവിടെ വന്നത്? എന്തിനാ നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങളുടെ വീട്ടിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ. അതിൻ്റെ മറ്റൊരു പേരാണ്, അതൊരു നിയോഗമാണ്. ഇവിടെ എന്തിനാ വന്നത്? നിങ്ങൾ വന്നത് ദൈവത്തിൻ്റെ പ്രേരണ. ഒന്ന് പോകണം, അവിടെ പോയി ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിക്കണം, ആ കൽക്കുരിശിൽ എണ്ണയൊന്ന് ഒഴിക്കണം, നിയോഗം എൻ്റെ പേര് എഴുതി കൊടുക്കണം. അത് ആര് നിർബന്ധിച്ചിട്ടല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ. 2 വാക്കുകൾ ഓർത്തേ, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയും ഉണ്ടായിരുന്നു കേട്ടോ. പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. അവൻ മാർക്കറ്റിലേക്ക് പോയെന്നല്ല, ദൈവീകമായ പ്രേരണയാൽ അവൻ ദേവാലയത്തിൽ വന്നു. നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഏത് നാട്ടിൽ നിന്ന് വന്നവരാകട്ടെ, നിങ്ങൾ ഈ ദേവാലയത്തിൽ ദൈവ സാന്നിധ്യത്തിൽ വന്നത് ദൈവം നൽകിയ പ്രേരണ കൊണ്ട്. ഒരാൾ അടിച്ചും കുത്തിയും കയറ് കെട്ടി വലിച്ചും പിടിച്ച് കെട്ടിയിട്ട് ഒന്നും കൊണ്ടൊന്നും ആരുമില്ല. എല്ലാ വാതിലും തുറന്നാ കിടക്കുന്നത്. ഏത് സമയത്ത് നിന്ന് 11:10 പോകണോ പോകാം, 12 മണിക്ക് ഇപ്പോൾ ഇറങ്ങിപ്പോകാൻ തോന്നണോ ഇപ്പോൾ വേണേ പോകാം, ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നില്ല പോകാൻ തീരുമാനിച്ചോ പോകാം. ആരും ചോദിക്കത്തില്ല എന്താ പോകുന്നതെന്ന്, ആരും ചോദിക്കത്തില്ല. നിങ്ങൾ ഇഷ്ടത്തോടെ ഇരിക്കുന്നതാ ഈ നിലത്തും ഈ കസേരയിൽ കൂടെ നിൽക്കുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടോ നിൽക്കുന്നത്? എത്ര നേരമായി ഈ വാതിൽക്കൽ എത്ര പേരാ മനുഷ്യൻ കസേരയില്ലാതെ നിൽക്കുന്നത്? അത് ദൈവത്തിൻ്റെ പ്രേരണയുള്ളതുകൊണ്ട്. അല്ലേ പറയും കാലുവേദന ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പോകും. അത് ദൈവത്തിൻ്റെ പ്രേരണയുള്ളത് കൊണ്ടാണ് ഈ ദേവാലയത്തിൽ നിങ്ങൾ വന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർ വന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പച്ചന്മാർ, യുവതി യുവാക്കൾ വന്നത് ദൈവത്തിൻ്റെ പ്രേരണയാലാണ്. നിങ്ങളൊരു അനുഗ്രഹത്തെ കാണാൻ ഇടവരും. അടുത്ത വാക്ക് എന്നിട്ട് എഴുതിയിരിക്കുന്ന വാക്ക് 28-ാമത്തെയും 29-ാമത്തെ വാക്യം വായിച്ച്, അല്ല 30-ാമത്തെ വാക്യം വായിക്കുക. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പ്രേരണയിൽ പള്ളിക്കകത്ത് വന്നപ്പോൾ എന്നാ കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. സകല ജനങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. പ്രതീക്ഷയോടെ വന്നവൻ ദൈവം ഒരുക്കുന്ന അനുഗ്രഹങ്ങളെ കാണും. അവൻ ചില ആളുകളുടെ വിടുതലുകളെ കാണും. ദൈവം ഒരുക്കിയ വീടിന് വേണ്ടി ദൈവം ഒരുക്കിയ നന്മകളെ അവൻ കാണും. നോക്കിക്കേ, 2-3 വാക്കുകൾ മറക്കല്. ഈ വാക്യമൊക്കെ നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. ശിമയോൻ പള്ളിക്കകത്ത് വന്നത് ആരെങ്കിലും 2 അടി എടുത്ത് കൊടുത്ത് ശിമയോനെ വേഗം പള്ളിപ്പോ എന്ന് പറഞ്ഞിട്ട് വന്നതല്ല. ദൈവത്തിൻ്റെ പ്രേരണയിൽ വന്ന ശിമയോൻ ഇങ്ങനെയവർ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. ഇങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവം നിനക്കൊരു ഭാഗ്യം തരുമ്പോൾ അത് കാണാനും അനുഭവിക്കാനും ഇടവരട്ടെ. നിങ്ങൾ ഇരിക്കുന്ന കസേര നിങ്ങൾക്ക് തൊടാം, ഈ ഇരിക്കുന്ന ക്യാമറ നിങ്ങൾക്ക് തൊടാം. ഇതെല്ലാം വസ്തുക്കളാണ്. ഈ ഭിത്തിയെ നിങ്ങൾക്ക് തൊടാം, ബോക്സെ നിങ്ങൾക്ക് തൊടാം, ഫാനെ നിങ്ങൾക്ക് തൊടാം, ഈ മേശയെ നിങ്ങൾക്ക് തൊടാം. ഇതെല്ലാം വസ്തുവാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവൻ ദൈവാനുഗ്രഹവും ഇതുപോലെ കൈകൊണ്ടെടുക്കും, തൊടാൻ പറ്റും. ദൈവം ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണും. നിരാശയോടെ വന്നവരുണ്ട്, വിഷമിച്ച് കയറി വന്നവരുണ്ട്, പ്രതിസന്ധിയിൽ വന്നവരുണ്ട്. നിങ്ങൾ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ കണ്ണുകൾ കൊണ്ട് കാണും. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റു നിൽക്കാമോ? എല്ലാവരും എഴുന്നേറ്റു നിന്ന് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം ഒരുക്കിയ രക്ഷ കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ. എന്ത് പ്രതീക്ഷിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ എഴുന്നേൽപ്പിച്ചത് ഒത്തിരി പേര് ഇരുന്ന് മടുത്തിട്ടുണ്ട്. കാലൊക്കെ ഇങ്ങനെ കാലം നീട്ടിവെക്കാൻ പോലും പറ്റത്തില്ല. ഒരാൾ ഇരിക്കേണ്ട സ്ഥാനത്ത് 2 പേരൊക്കെ ഇരിപ്പുണ്ട്, 2 പേര് ഇരിക്കേണ്ട സ്ഥാനത്ത് 3 പേരൊക്കെ ഇരിപ്പുണ്ട്. ആ കാലൊക്കെ ഇങ്ങനെ വച്ച പോലെ തന്നെ ഇരുന്നാൽ അങ്ങനെയായി പോവും. ഒന്ന് എഴുന്നേറ്റ് നിന്ന് കാലൊക്കെ ഒന്ന് കുടഞ്ഞേരെ കേട്ടോ. ആ മരപ്പൊക്കെ ക്ഷീണമൊക്കെ മാറട്ടെ. എന്തായാലും ദൈവത്തിൻ്റെ ദൈവ സാന്നിധ്യത്തിലല്ലേ നിങ്ങൾ ഇരുന്നത്. അത് നമ്മൾ കൊടുത്തൊരു വിലയാണ്. അതിന് ദൈവം പ്രതിഫലം തരും. വിശ്വസിക്കുന്നു. ഒന്ന് ആ കണ്ണുകളടച്ച് സാധ്യമെങ്കിൽ എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവം ഒരുക്കിയ അനുഗ്രഹം ഇടുക്കിന്ന് വന്ന് എനിക്ക് കാണാൻ പറ്റണം, തൊടുപുഴയെന്ന് വന്ന് എനിക്ക് കാണാൻ പറ്റണം, ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന് എനിക്കിവിടെ കാണാൻ പറ്റണം, ഇരിട്ടിയിൽ നിന്നും കാസർഗോഡ് നിന്നും വന്ന് എനിക്കിവിടെ കാണാം, വയനാട്ടിൽ നിന്ന് വന്ന് എനിക്ക് ദൈവം ഒരുക്കിയ രക്ഷ ദൈവമേ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയണമെന്ന് പ്രാർത്ഥിച്ച് ദൈവം ഒരുക്കിയ രക്ഷ നിങ്ങൾ കാണും. എങ്ങനെയാ പള്ളിക്കകത്തോട്ട് ശിമയോൻ വന്നത്? ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ട് ശിമയോൻ വന്നു എന്നല്ല, ആരെങ്കിലും ദേഷ്യപ്പെടുത്തി പള്ളി പോ എന്ന് പറഞ്ഞപ്പോൾ വന്നതല്ല.
പള്ളി പോ, ഇവിടെ ഇരിക്കരുത്, ശിമയോനെ വേഗം പോ 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 എന്ന് പറഞ്ഞപ്പോൾ വന്നതല്ല. ശിമയോൻ ദൈവത്തിൻ്റെ പ്രേരണയാൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പള്ളിക്കകത്ത് വന്നപ്പോൾ നിരാശയോടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നല്ല, അവൻ സന്തോഷിച്ചിങ്ങനെ പറഞ്ഞു, ദൈവം ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. കണ്ണുകളെ ഒന്ന് അടച്ചേ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമെന്ന് പറഞ്ഞാൽ, അല്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ ആൾ വരുമെന്ന് ഒരാൾ പറഞ്ഞെന്നിരിക്കട്ടെ, ഞാൻ ചുമ്മാ ഉദാഹരണമായി പറയാം, നിങ്ങളുടെ വീട്ടിൽ നാളെ അടുത്ത മാസം മുഖ്യമന്ത്രി വരുവാന്നിരിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അടുത്ത ബുധനാഴ്ച വീട്ടിൽ വരുവാന്നറിഞ്ഞാൽ ഇന്നേ തുടങ്ങും വീട് അടിച്ചു വാരി പെയിൻറ്റ് ചെയ്ത് ബെഡ്ഷീറ്റ് എല്ലാം അലക്കി പെറുക്കി എങ്ങനെയൊക്കെ വൃത്തിയാക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. രാവും പകലും എൻ്റെ വീട്ടിൽ വലിയൊരാൾ വരാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം വരാൻ പോകുമ്പോൾ എങ്ങനെയൊക്കെ ഒരുങ്ങാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഒന്ന് ഒരുങ്ങിക്കേ. ശരീരത്തെയും മനസ്സിനെയും, ശരീരം ഒരു ആലയമാണ്. പ്രവാചകന്റെ വാക്കനുസരിച്ച് ശരീരം ദൈവത്തിൻ്റെ വീടാണ്, ദൈവത്തിൻ്റെ ആലയം. അത് ഒരുക്കിക്കേ, ശരീരത്തെ ഒരുക്കിക്കേ, ഒരു നല്ല അനുഗ്രഹം ഒരുക്കത്തോടെ സ്വീകരിച്ച് അത് നിങ്ങളിൽ നിലനിൽക്കുമ്പോൾ ഇത് നിങ്ങൾ പറയും, സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ പ്രതീക്ഷയോടെ നിന്ന ശിമയോൻ കണ്ടു. ആ കൈകളിലെടുത്തു. ഇവിടെ ഇരിക്കുന്ന കസേര നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പറ്റും, ഇവിടെ ഇരിക്കുന്ന കലണ്ടർ കയ്യിലെടുക്കാൻ പറ്റും, ഇവിടെ ഇരിക്കുന്ന ക്യാമറ കയ്യിലെടുക്കാൻ പറ്റും, ഇവിടെ ഇരിക്കുന്ന ഒരു പേന കയ്യിലെടുക്കാൻ പറ്റും, ഇവിടെ ഇരിക്കുന്ന ബോക്സുകൾ എല്ലാം കയ്യിലെടുക്കാൻ പറ്റും. അതുപോലെ എഴുതിയിരിക്കുകയാണ്, പ്രതീക്ഷയോടെ വന്നവൻ അനുഗ്രഹത്തെ കൈകളിലെടുക്കും, അവന്റെ കണ്ണുകൾ കൊണ്ടത് കാണും, അവനത് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടും. ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ച് എല്ലാ കരങ്ങളും ഹൃദയത്തോടൊന്ന് ചേർത്ത്, സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. ഇത് സാക്ഷ്യമായി പറയാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കൊരനുഗ്രഹം തരട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച്, ഞാൻ വന്നത് സ്ഥലത്തിൻ്റെ പ്രമാണവുമായിട്ടാണ് ദൈവമേ വന്നത്. ഇവിടെ ഞാൻ വന്നത് ഒരുപിടി മണ്ണും വാരി കൂടിനകത്ത് കെട്ടിക്കൊണ്ടാണ് ഇവിടെ വന്നത്. ഞാൻ വന്നത് 3-4 തിരിയും പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വന്നത് എൻ്റെ പാസ്പോർട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വന്നത് എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ആയിട്ടാണ് വന്നത്. ഞാൻ വന്നത് 3-4 പേനയൊക്കെ ആയിട്ടാണ് വന്നത്. എൻ്റെ മുമ്പിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്കൊരു എക്സാം ഉണ്ട്, ഞാൻ ഇന്നതുപോലെ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇന്നതുപോലെ പല കാര്യങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് എത്താൻ പറ്റുമോ, ഞാൻ പാസ്സാകുമോ, ഞാൻ ഇന്ന് വരെ ചെന്നിടത്തൊക്കെ പരാജയമായിരുന്നല്ലോ, ഞാൻ ചെന്നിടത്തൊക്കെ നഷ്ടമായിരുന്നല്ലോ. ആ ചിന്ത കളഞ്ഞ ശിമയോനെ പോലെ പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ ശിമയോൻ പറഞ്ഞു, അവൻ പ്രതീക്ഷിച്ചവനായിരുന്നു, ദൈവാത്മാവ് നിറഞ്ഞവനായിരുന്നു. പള്ളിക്കകത്തോട്ട് വന്നത് 4 പേര് വഴക്ക് പറഞ്ഞിട്ടല്ല, ദൈവത്തിന്റെ പ്രേരണയിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ. നിങ്ങളും ഈ അനുഗ്രഹയിൽ വന്നത്, ഈ സ്ഥലത്ത് വന്നത്, ഈ പ്രാർത്ഥന കൂടുന്നത് ദൈവം നൽകിയ പ്രേരണ കൊണ്ടാണ്. ഇത് നിങ്ങളെ കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നല്ല, ഇത് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒന്നാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഉണങ്ങിയ വിറക് കമ്പ് പോലെ ആകില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ പുരപ്പുറത്തെ പുല്ലുപോലെ വാടിയോ ഉണങ്ങിയോ പോകത്തില്ല. പിന്നെയോ ലെബനോനിലെ ദേവദാരു പോലെ തഴച്ചു വളരും. അത് നിങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയുന്ന സമയമാണ്. നമ്മൾ ഒന്നായി ഒന്ന് കരങ്ങളടിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും അധരങ്ങളെ തുറന്ന് 2-3 പേരെങ്കിലും കേൾക്കത്തക്ക വിധം ഒന്ന് അധരങ്ങളെ തുറന്ന് ശബ്ദത്തെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കുമോ? ഹല്ലേലൂയ. സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. സകല ജനതകൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. സകല ജനങ്ങൾക്ക് വേണ്ടി എന്നെ ദൈവം അനുഗ്രഹിച്ചത് ഞാൻ കണ്ടു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് വിശ്വസിച്ച് പറഞ്ഞ്, ഒരു ദോഷവും എനിക്ക് വരത്തില്ല, ഒരു തിന്മയും എനിക്ക് വരില്ല, ഒരു അനർത്ഥവും എന്റെ കൂടാരത്തെ തൊടുക പോലുമില്ല. ശബ്ദം ഉയർത്തി വിളിച്ച് യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. നിനക്കൊരു ദോഷവും വരികയില്ല, നിനക്കൊരു തിന്മയും വരികയില്ല. കരങ്ങളടിച്ച് എല്ലാവരും ചേർന്നൊന്ന് പാടാമോ? എല്ലാവരും ചേർന്ന് പാടാം. വിശ്വസിച്ച് ആരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ ചേർന്ന് പാടാമോ? ആരും സമ്മതിക്കാത്ത
പ്രവൃത്തിയൊന്ന് നാഥൻ പാടിയത് സംഭവിക്കട്ടെ. ആരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. എല്ലാവരും ചേർന്ന് ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ വചനമാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത വലിയൊരു പ്രവൃത്തി വരും നാളുകളിൽ ദൈവം ചെയ്യാൻ പോകുന്നു. പ്രതീക്ഷയോടെ ഇരിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവിക പ്രേരണയിൽ വന്നവർ, പ്രതീക്ഷയോടെ വന്നവർ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയെ കണ്ടു കഴിയും. ദൈവം ഒരുക്കിയിരുന്ന രക്ഷയെ കൈകളിലെടുക്കും. നിങ്ങൾ ദൈവം തരുന്ന ഒരു ഭാഗ്യം അനുഭവിച്ചിരിക്കും. ആർക്കും കിട്ടാത്ത ചില ദൈവിക ഭാഗ്യം സഹോദര നിങ്ങളുടെ കുടുംബത്തെ തേടി ഒരുക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ശക്തിയോടെ കരമടിച്ചൊന്ന് പാടിയേ. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. പാടിയേ. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം വന്നിരിക്കും, ദൈവത്തിന്റെ കാര്യത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീഴും, ദൈവത്തിന്റെ കാര്യത്തിൽ ആ കരം ഉയർത്തി അടിച്ചൊന്ന് പാടിയേ. ആരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകും. പറഞ്ഞേ. ആരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ. ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ചുകൊണ്ട് അധരങ്ങൾ തുറന്നുകൊണ്ട് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ആ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം അനുഭവിക്കും. ദൈവത്തിന്റെ ഭാഗ്യം അനുഭവിക്കും. ദൈവം തരുന്നത് ദൈവം നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചേരും. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി ആ കരം ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച്. ഞാൻ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ചിലർ കരയുന്നത്, പ്രാർത്ഥിക്കുന്ന ചിലർ ഒച്ചത്തിൽ അലറുന്നത്, ശബ്ദം കൂടുന്നത്. ചിലർ ചോദിക്കും, എന്തിനാണ് പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നത്? ആരോടും പറയാൻ പറ്റാത്ത ചില സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ നിന്നതങ്ങ് പറഞ്ഞു പോകുമ്പം അറിയാണ്ടങ്ങ് കരഞ്ഞു പോകുന്നതാ. അത് എന്തിനാണ് ഈ പുള്ളി ഇത്ര ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത്? അറിഞ്ഞോണ്ടല്ല സുഹൃത്തെ, അറിയാണ്ട് ഒച്ച കൂടിപ്പോയതാണ്. ചില വിഷമങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒച്ച കൂടിപ്പോകുന്നത് നമ്മൾ പോലും ചിലപ്പോൾ അറിയില്ല. ആ കണ്ണുകളെ ഒന്നടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് പറയുവാണ്. നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഒരു മാസമുണ്ട്, കർക്കിടകം. തോരാത്ത മഴയാണ്. ഒരാൾ ഇങ്ങനെ പറയുവാണ്, എൻ്റെ ജീവിതത്തിൽ എന്നും കർക്കിടകമാണച്ചോ, എന്നും കർക്കിടകം, എന്നും സങ്കടങ്ങളുടെ മഴപ്പെയ്ത്താണ്. ജീവിതത്തിൽ എന്നും കർക്കിടക മാസമുള്ളവരുണ്ട്. സങ്കടങ്ങളുടെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. കാലാവസ്ഥയിൽ മാത്രമല്ല, കർക്കിടക മാസം ജീവിതത്തിലുണ്ട് ചിലർക്കൂടെ. എന്നും സങ്കടങ്ങളുടെ തോരാ മഴപ്പെയ്ത്ത്. ജീവിതത്തിൻ്റെ കർക്കിടക മാസത്തിലാണോ നിങ്ങളുള്ളത്? സങ്കടം തോരാ മഴയായി പെയ്തുകൊണ്ടാണോ ഇരിക്കുന്നത്? ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിച്ചിരിക്കും. ഹല്ലേലൂയ. കർക്കിടകത്തിൽ മാസത്തിൽ മഴ. മനസ്സിനകത്തും ചിലർക്ക് കർക്കിടകമാണ്. വീടിനകത്ത് ചിലർക്ക് കർക്കിടകമാണ്. ജീവിതത്തിനകത്ത്, കുടുംബജീവിതത്തിനകത്ത് ചിലർക്ക് കർക്കിടക മാസമാണിന്ന്. കർക്കിടക മാസം, തോരാത്ത മഴ. എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ സങ്കടങ്ങൾ? എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ പരാജയം? എല്ലാം മാറും. ദൈവം ഒരുക്കുന്ന സമയം നിങ്ങൾ കാണും. കരഞ്ഞ സ്ഥലത്ത് മനസ്സറിഞ്ഞു ചിരിക്കാൻ ഒരു നല്ല ഭാഗ്യമൊക്കെ തരും കേട്ടോ. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ഈ വാക്യം ഓർത്തെ, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. എനിക്കൊരു ദോഷവും വരികയില്ല, എനിക്കൊരു തിന്മയും വരികയില്ല, എനിക്കൊരു അനർത്ഥവും വരികയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൂടി ഇരുന്നിരിക്കാമോ? ഹല്ലേലൂയ. ഒരു കുഞ്ഞു വചനം കൂടെ പറഞ്ഞ് നിർത്തുകയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ബിജു ഇവിടെ പാടാൻ വന്നു.
അല്ല, ബിജു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത ആളാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഒത്തിരി പ്രത്യേകതകളുണ്ട്. തുടക്കകാലം മുതൽ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത ഒരാളാണ്. ഞങ്ങളൊന്നും അറിയാതെ ഞങ്ങൾ 2 പേരും അയർലൻഡിൽ പോയിട്ടുണ്ട്, ഇല്ലേ? ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, എതിരെ പോടൊന്നും അറിയാത്ത ഒരു കാലത്ത് ഞങ്ങൾ അയർലൻഡിൽ പോയിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യവും ഓർക്കാറുണ്ട്. ആദ്യകാലങ്ങളിൽ ബിജു ഇപ്പോൾ എല്ലാ ആഴ്ചകളിലും വന്ന് പാടുമായിരുന്നു. പിന്നെ അങ്ങനെ കൊറോണ കാലത്തെല്ലാം അങ്ങനെ മാറി മാറി വന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഇതേ സ്ഥലത്ത് വന്ന് ഈ ആയിരങ്ങളുടെ മുമ്പിൽ പാടുമ്പോൾ, ഈ ശബ്ദം ഈ ക്യാമറയിൽ കേൾക്കുമ്പോൾ. നിങ്ങളുടെ ശബ്ദം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. നല്ല വീടൊക്കെ ബിജു വച്ചിട്ടുണ്ട്, പഴയ കാറ് വിറ്റ് പുതിയ കാറ് മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം അനുഗ്രഹമാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ പുരപ്പുറത്തെ പുല്ലുപോലെ വാടത്തില്ല. ആമേൻ. പിന്നെ ഏതുപോലെ? ലെബനോനിലെ ദേവദാരു പോലെ വരും. ഹല്ലേലൂയ. അല്ലേ ബിജു? അല്ലേ? വരും. ദൈവം അനുഗ്രഹിക്കും. ഒത്തിരി നല്ല ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമുള്ള വൈദികരുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. നന്ദിയോടെ ഓർക്കുന്ന ഒറ്റ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം സനൂപെന്ന് വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. അടുത്ത വാക്കോ? നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഇതേത് അധ്യായത്തിലാണ് പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൽ ദൈവം ഒരാളെ നോക്കിയിട്ട് പറയുവാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഐ വിൽ ബ്ലസ് യു. ഇത്രയും പറഞ്ഞു. 13-ാം അധ്യായത്തിൽ അത് യാഥാർത്ഥ്യമായി. 13-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ച്. 12-ാം അധ്യായത്തിലാണ് ഇത് പറഞ്ഞത്. 13-ാം അധ്യായത്തിൽ അത് യാഥാർത്ഥ്യമായി. ഈ കസേര പോലെ, ഈ ക്യാമറ പോലെ ആ അനുഗ്രഹം തൊടാൻ പറ്റുന്ന ഒന്നായി. എഴുതി വായിച്ചേ. അബ്രഹാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. സ്വർണവും 12-ാം അധ്യായത്തിലാണ് പറഞ്ഞത്, അബ്രഹാം നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന്. 13-ാം അധ്യായത്തിൽ അത് യാഥാർത്ഥ്യമായി. ഈ 2 അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുന്ന 12-ാം അധ്യായവും ഒരു സാക്ഷ്യം പറയുന്ന 13-ാം അധ്യായവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. വേണ്ടേ? ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാം അധ്യായം എനിക്കും തരണമേ. ഉൽപ്പത്തി പുസ്തകത്തിലെ 13-ാം അധ്യായം എനിക്ക് വേണം. ദൈവത്തിൻ്റെ അനുഗ്രഹം യാഥാർത്ഥ്യമായപ്പോൾ ഇനി അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട്. 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. ആ വീട് മതിയായില്ലെന്നാണോ? ദേശമാണോ? ആ ദേശം. ഒരു ദേശത്ത് ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്തത്രയും ഇത്രയും വന്നു. എന്താ കാരണം എഴുതിയിട്ടുണ്ട്? കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. 12-ാം അധ്യായത്തിൽ അനുഗ്രഹിച്ച ദൈവം അബ്രഹാം 13-ാം അധ്യായത്തിൽ സാക്ഷ്യം പറയുക, ഒന്നിച്ച് താമസിക്കാൻ ദേശം പോരാതെ വന്നു, അത്രമേൽ സമ്പത്തുണ്ടായി. നിനക്ക് സമ്പത്തു നൽകി അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നു. കേട്ടോ? സമ്പത്ത് നൽകിയാൽ 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ അനുഗ്രഹം ഈ അനുഗ്രഹയിൽ വച്ച് എനിക്ക് തരണമേ. ഞാൻ ഇനി വരുന്നത് 13-ാം അധ്യായം പറയാനായിരിക്കണം. ഇനി അനുഗ്രഹയിൽ വരുന്നത് 13-ാം അധ്യായം പറയാനായിരിക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം, എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ചൊരു 12-ാം അധ്യായവും സാക്ഷ്യം പറയേണ്ട ഒരു 13-ാം അധ്യായം. മറക്കുവോ? ഈ 2 അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നല്ല ഭാഗ്യം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാകട്ടെ, സംഭവിക്കട്ടെ. നിങ്ങൾക്ക് അനുഗ്രഹം എന്നെ ദൈവം ഏൽപ്പിച്ച് അത് പറയാനാണ് ഞാനിത് പറയുന്നത്. എന്നെ ദൈവം ഇത് പറയാൻ വേണ്ടി ഈ മൈക്ക് എടുക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടില്ല നീ അവരെ ശപിക്ക്, നിനക്ക് അവർക്ക് ദോഷം വരുമെന്ന് പറ, അവരൊന്നും ശരിയാവൂലെന്ന് പറ. എന്നെ ഇത് ഏൽപ്പിച്ചിട്ടേ ഇല്ല. എന്നെ ഏൽപ്പിച്ചത് അനുഗ്രഹം പറയാനാണ്. നീ അനുഗ്രഹിക്കപ്പെടും, നല്ലതായിട്ട് വരും, നിൻ്റെ വീട് ഭംഗിയാവും, പിള്ളേർ രക്ഷപ്പെടും. ഇതൊക്കെ പറയാനാ മൈക്കെടുക്കാൻ ദൈവം എന്നോട് പറഞ്ഞത്. കാരണം ഞാൻ ബൈബിളിൽ ഒരു കാര്യം പഠിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, നിങ്ങളേത് വീട്ടിൽ ചെന്നാലും, യേശു പറഞ്ഞു, നിങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഏത് വീട്ടിൽ ചെന്നാലും മാനത്തേക്ക് നോക്കിയിട്ട് ബന്ധനമുണ്ടെന്ന് പറയണമെന്നല്ല. അങ്ങനെയാണോ പറഞ്ഞേ? ഇവിടെ പോക്കുവരവുണ്ടല്ലോ. എപ്പോഴാ ബ്രദറെ? 12:45. പിന്നെ പുള്ളി അവിടെ ഇരിക്കുമല്ലേ കൃത്യം ടൈം പീസും വെച്ച്. യേശു പറഞ്ഞത് പറയുന്നവരെ വീട്ടിൽ കയറ്റാവുള്ളൂ. ആരാ?
യേശു പറഞ്ഞു, നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും ആ വീടിന് ശാലോം, ആമേൻ, സമാധാനം ഹല്ലേലൂയ എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞ സമാധാനം അതവിടെ നിലനിൽക്കും. ഹല്ലേലൂയ. നിങ്ങളും പറയണം അനുഗ്രഹം, സമാധാനം, ദൈവം അനുഗ്രഹിക്കട്ടെ. പറയണം കേട്ടോ. പിള്ളേരോട് നിങ്ങൾ പറയണം, ഭർത്താവിനോട് പറയണം. എല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. ആ സമാധാനമല്ല ഇത്. നല്ലൊരു ഹോട്ടലിൽ കയറി ബിരിയാണി കഴിക്കുമ്പോൾ ഒരു സന്തോഷവും സമാധാനമുണ്ട്. ആ സമാധാനമല്ല ഇത്. നല്ലൊരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ ഒരു സന്തോഷവും സമാധാനമുണ്ട്. ആ സമാധാനമല്ല ഇത്. നല്ലൊരു AC കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സമാധാനമുണ്ട്. പുതിയൊരു നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. നല്ല കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഈ സമാധാനം ഇത് ദൈവം തരുന്ന സമാധാനമാണ്. അതാണ് ദൈവം. നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും ഇവിടെ കൂടോത്രം കുഴിച്ചിട്ടുണ്ട്, ഞങ്ങൾ കിളച്ചെടുക്കട്ടെ, JCB വിളിച്ചുകൊണ്ട് വരൂ എന്ന് പറയാനല്ല പറഞ്ഞത്. നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും നിങ്ങൾക്കെതിരെ പുള്ളി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്ന് നിങ്ങൾ പറയാനല്ല. അയൽവാസികളെ തമ്മിൽ തെറ്റിക്കാനല്ല നിങ്ങളവിടെ പോകേണ്ടത്. നിങ്ങൾ പറയണം ശാലോം, സമാധാനം നിങ്ങളോടുകൂടെ. ദൈവത്തിൻ്റെ സമാധാനം ഇവിടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവം നൽകുന്ന ഉയർച്ച ഈ വീട്ടിൽ ഉണ്ടാകട്ടെ. നിങ്ങൾ പറയുന്ന വാക്ക് അത് ദൈവം അംഗീകരിച്ച ആ വീടിനത് അനുഗ്രഹമായിട്ട് മാറും. അതാ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും എന്തു പറയണം? സമാധാനം. കേട്ടില്ല? സമാധാനം. എല്ലാവരും പറയാൻ ഇഷ്ടമില്ല. നിങ്ങൾക്ക് ആരെ ഇഷ്ടമെന്നറിയോ? ബന്ധനമുണ്ട്, തടസ്സമുണ്ട്, 2:15 പോക്കുവരവുണ്ട്, പിന്നെ 3:20 ഒരു പോക്കുവരവ് വരുന്നുണ്ടെന്ന് പറയുന്നത്. ബ്രദറെ ടീയെ തരട്ടെ, നാളെ പോകാം. അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. യേശു എന്നാ പറയാൻ പറഞ്ഞത്? അതാ എന്നോട് പറയാൻ പറഞ്ഞത്. യേശു എന്നോട് പറഞ്ഞത്, ഏത് വീട്ടിൽ ചെന്നാലും ഏത് വ്യക്തിയെ കണ്ടാലും സമാധാനം, ദൈവം അനുഗ്രഹിക്കും, നീ ധൈര്യമായിട്ട് പോ, അത് അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്. ആരൊക്കെയോ നമ്മളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തിയോണ്ടല്ലേ നമ്മളെന്ന മരം വാടാതിരുന്നത്. നമ്മൾ ചേർന്ന് നിന്നവർ നമ്മളോട് പറയുക, നീ പ്രശ്നമാ, തടസ്സമാ, ബന്ധനമാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്ന ചെടിയും മരവും പണ്ടേ വാടിപ്പോയേനെ. ആരൊക്കെയോ സമാധാനം, രക്ഷപ്പെടും, മിടുക്കനാവും എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തിയത് കൊണ്ടല്ലേ കുഞ്ഞെ നമ്മളിങ്ങനെ വാടാതിരിക്കുന്നേ. നമ്മളൊക്കെ പെട്ടെന്ന് വിഷമം വരുന്ന, വാടിപ്പോകുന്നൊരു തൊട്ടാവാടിയേക്കാൾ കഷ്ടമാണ്. പക്ഷെ നമ്മളെ വാടാതെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരാളെന്നെ പ്രണയം നടിച്ചു വന്ന് എൻ്റെ ചിറകരിഞ്ഞുകൊണ്ട് പോയിന്ന്. പ്രണയം നടിച്ച്, സ്നേഹം നടിച്ച് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ചിറകരിഞ്ഞിട്ട് ആ മനുഷ്യൻ പോയി. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇവിടെ വരുമ്പോൾ ഒരു പുതിയ ചിറക് പറക്കാൻ ദൈവം വച്ച് പിടിപ്പിച്ചു തരും. അതാണ് പുതിയ തൈലം. പുതിയ തൈലം, പുതിയ തൈലം. ദൈവം നിനക്ക് കർക്കിടക മാസത്തിൽ മഴ പെയ്യുന്നത് പോലെ മനസ്സിനകത്തും കർക്കിടകമാണെന്ന് പറയുന്നവരുണ്ട്. കണ്ണുകളെ അടച്ച്. ബിജുവിന് ഈ പാട്ട് അറിയാവോ എന്നറിയില്ല. കാഴ്ചയേകാം ദൈവമേ, അറിയാവോ? കാഴ്ചയേകാം ദൈവം. അറിയാമെങ്കിൽ ഒന്ന് പറയപ്പോൾ ഒരു പാടാം. ഒരു മിനിറ്റ്. ഒന്ന് കണ്ണുകളെ അടച്ച് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്. അറിയാമെങ്കിൽ ബിജു പാടിയാൽ മതി. കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചേ. Lord, today that your presence will be real in our heart. നിൻ്റെ സാന്നിധ്യം യാഥാർത്ഥ്യമായി മാറട്ടെ. നിൻ്റെ സാന്നിധ്യം, നിൻ്റെ അനുഗ്രഹം എനിക്ക് യാഥാർത്ഥ്യമായി മാറട്ടെ. പ്രാർത്ഥനയോടെ ഓടി വന്ന മനുഷ്യർ ഇവിടെ ഒത്തിരി പേരുണ്ട്. Lord, today that your presence will be real in our heart, so that our problem will vanish. എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനിടയാകട്ടെ. So that our problem will vanish out. എൻ്റെ പ്രതിസന്ധികളൊക്കെ മാറിപ്പോകാൻ, മാഞ്ഞു പോകാൻ ഇടവരട്ടെ. പ്രിയപ്പെട്ടവരെ, ആരൊക്കെയോ നമ്മളെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കേട്ടോ. അതൊക്കെയാണ് നമ്മളെ ഇന്നും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കയ്യിൽ സ്നേഹത്തോടെ പിടിച്ച കണ്ണാടി പൊട്ടിപ്പോയപ്പോൾ അടുത്ത് നിന്നൊരാൾ പറഞ്ഞു, സാരമില്ല, നമുക്കൊരെണ്ണം പുതിയത് മേടിക്കാം, നീ കരയേണ്ടെന്ന്. അത്രേ ഉള്ളൂ ഞങ്ങൾക്കും പറയാൻ. കയ്യിൽ കൊതിയോടെ കൊണ്ടു നടന്നൊരു കണ്ണാടി കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി.
അടുത്ത് നിന്നയാൾ വഴക്ക് പറഞ്ഞൊരടിയല്ല കൊടുത്തത്, ഇങ്ങനെ പറഞ്ഞു, സാരമില്ല മോനെ, പോയത് പോട്ടെ, നമുക്കിതിനേക്കാൾ നല്ലവരണം അപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കാം. അതൊക്കെ അത്രയും പറയാനേ ഞങ്ങൾക്കുള്ളൂ, അത്രയൊക്കെ പറയാനേ ഞങ്ങൾക്കറിയത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ കയ്യിലിരുന്നത് പൊട്ടിപ്പോയോ, അതിനേക്കാൾ നല്ലത് നിനക്ക് മേടിക്കാൻ പറ്റും. ആരെങ്കിലും ജീവിതത്തിലേക്ക് സ്നേഹത്തോടെ വന്ന് ചിറക് മുറിച്ചുകൊണ്ട് പോയോ, പുതിയ ചിറക് ദൈവം വച്ചു തരും. വിശ്വസിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബിജുവിനറിയുമോ ആ പാട്ട്? കണ്ണുകളടച്ചൊന്ന് കേൾക്കുമോ? പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കുടുംബത്തിലെ ചില പ്രതിസന്ധികളൊക്കെ മാറട്ടെ. പാസ്പോർട്ടുമായി വന്നിട്ടുള്ളവർ അതിനകത്ത് ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണാനിടയാകട്ടെ. ശരീരത്തിനകത്ത് സൗഖ്യം യാഥാർത്ഥ്യമാകട്ടെ, യാഥാർത്ഥ്യമാകട്ടെ. ചില നന്മകൾ നിനക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അറിയാമെങ്കിൽ ചേർന്ന് പാടാം വിശ്വാസത്തോടെ. അർത്ഥമറിഞ്ഞ് പാടുന്നു. ദൈവമേ ജീവിതം ബലിയ, എന്നെയും എന്നയും സർവവും നിൻ തിരുബലിയിൽ. അറിയാമെങ്കിൽ ചേർന്ന് പാടി. ദൈവമേ എൻ്റെ ജീവിതം ബലിയ, പിന്നെയോ നിൻ തിരുബലിയിൽ ഹൃദയതാളമതേകിട, ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ ഗീതം പോലെ. ഹൃദയതാളമതേകിട, ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ